ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين. أما بعد. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, കിതാബ് തൗഹീദാണ് ഈ സമയത്ത് എടുക്കുന്നത്. നേരത്തെ ഒരു മുഹാദറ ഉള്ളതിനാൽ ആ സമയത്ത് നമുക്ക് എടുക്കാൻ സാധിച്ചിരുന്നില്ല. അതുകൊണ്ട് ഉംദത്തുൽ അഹ്കാമിന്റെ ഈ സമയത്ത് കിതാബ് തൗഹീദാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് ആരംഭിക്കുന്നത്. റമളാനിന് മുമ്പ് നമ്മൾ കിതാബ് തൗഹീദിൽ അവസാനമായി എടുത്തത് സിഹറുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ്. ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ് അദ്ദേഹം തൗഹീദിനെയും ഷിർക്കിനെയും ഒക്കെ വിശദീകരിച്ചുകൊണ്ട് ആദ്യത്തെ അധ്യായങ്ങളിൽ പഠിപ്പിച്ചതിനു ശേഷം തൗഹീദിന് വിരുദ്ധമാകുന്ന വ്യത്യസ്ത രൂപങ്ങളിലുള്ള ഷിർക്കൻ പ്രവർത്തനങ്ങളെക്കുറിച്ചാണ് ഓരോന്നോരോന്നായി പഠിപ്പിച്ചു വരുന്നത്. കാരണം നമ്മുടെ ഉമ്മത്തിൽ ധാരാളം ആളുകൾ തൗഹീദിനെക്കുറിച്ച് ശരിയാം വണ്ണത്തിൽ പഠിക്കാത്തതിന്റെ ഫലമായി ഇത്തരത്തിലുള്ള ദീനിൽ നിന്ന് തന്നെ പുറത്തേക്ക് പോകുന്ന വ്യത്യസ്ത രൂപങ്ങളിലുള്ള ഷിർക്കൻ പ്രവർത്തനങ്ങളിലേക്ക് അവർ പ്രവേശിക്കുന്നത് കാണാൻ സാധിക്കും. എത്രത്തോളം എന്ന് വെച്ചാൽ തൗഹീദിന്റെ ആളുകൾ എന്ന് പറയുന്നവരിൽ പോലും ഇത്തരത്തിൽ തൗഹീദിന്റെ മസ്അലകൾ വിശാലമായി പഠിക്കാത്തതിന്റെ തിക്തഫലമായി പല രൂപങ്ങളിലുള്ള ചെറുതും വലുതുമായ ഷിർക്കിൽ അവരറിഞ്ഞോ അറിയാതെയോ പെട്ടുപോകുകയാണ്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, നമ്മെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു നമ്മെ പടക്കാൻ കാരണമായ അവനെ മാത്രം ഇബാദത്ത് ചെയ്യുക എന്ന തൗഹീദിനെ കുറിച്ച് പഠിക്കുക എന്നുള്ളത്, മരണം വരെ അത് തുടരുക എന്നുള്ളത് വളരെ അനിവാര്യമായ കാര്യമാണ്. അള്ളാഹു തആല പറഞ്ഞു, വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. ജിന്നുവർഗത്തെയും മനുഷ്യവർഗത്തെയും എന്നെ മാത്രം ഇബാദത്ത് ചെയ്യാനല്ലാതെ ഞാൻ നിങ്ങളെ പടച്ചിട്ടില്ല എന്നാണ്. അള്ളാഹു തആല നമ്മെ പടച്ചതിന്റെ ലക്ഷ്യം തൗഹീദാണ് എന്ന് വ്യക്തമാക്കി കഴിഞ്ഞു. അങ്ങനെ ആയിരിക്കാത്ത തൗഹീദിനെ കുറിച്ച് നമ്മൾ പഠിക്കാതിരിക്കുക, അല്ലെങ്കിൽ ഒരു മുജ്മലായി മൊത്തത്തിൽ തൗഹീദ് എന്ന് മാത്രം മനസ്സിലാക്കി അതിന്റെ ആഴങ്ങളിലേക്ക് പഠിക്കാതെ അതിൽ നിന്നും തെറ്റിപ്പോകുന്ന മാർഗങ്ങളെക്കുറിച്ച് ജാഗ്രതയോടെ കരുതിയിരിക്കാതെ നമ്മൾ പോകുകയാണെങ്കിൽ സഹോദരങ്ങളെ, അത് നമുക്ക് വലിയ നഷ്ടമാണ് ദുനിയാവിലും ആഖിറത്തിലും ഉണ്ടാക്കി വെക്കുക എന്ന കാര്യം മനസ്സിലാക്കി തൗഹീദിനെ കുറിച്ച് നന്നായി പഠിക്കാൻ നമ്മൾ ശ്രമിക്കണം. അതിനുവേണ്ടി ഈ കാലഘട്ടത്തിലല്ല, ചില പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ അതിനു മുമ്പോ അതിനു ശേഷമോ ഇങ്ങനൊരു ഗ്രന്ഥം രചിക്കപ്പെട്ടിട്ടില്ല എന്നാണ്. ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹിമഹുള്ളയുടെ കിതാബ് തൗഹീദ് എന്ന് പറയുന്ന ഗ്രന്ഥം വളരെ ബറക്കത്തുള്ള തൗഹീദുൽ ഉലൂഹിയ്യ. അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ പ്രധാനമായും ആളുകൾ തെറ്റിപ്പോയിരുന്നത് അതിലായിരുന്നു. അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യുക എന്ന ഏറ്റവും പരമപ്രധാനമായ തൗഹീദ്, അതുമായി ബന്ധപ്പെട്ട് ആളുകൾക്ക് സംഭവിക്കുന്ന പിഴവുകളെക്കുറിച്ച്, പ്രത്യേകിച്ചും അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ സംഭവിച്ച പിഴവുകൾക്കുള്ള ഒരു തിരുത്തായിക്കൊണ്ട് എഴുതിയ ഗ്രന്ഥമാണ് കിതാബ് തൗഹീദ് എന്നുള്ളത്. 67ഓളം അല്ലെങ്കിൽ 66ഓളം അധ്യായങ്ങളിലായി തൗഹീദിന്റെ വ്യത്യസ്ത വിഷയങ്ങൾ അദ്ദേഹം അതിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു. നമ്മളൊന്ന് അതിന്റെ മത്തിനെങ്കിലും അതിന്റെ ടെക്സ്റ്റെങ്കിലും ഒന്ന് വായിച്ചു നോക്കുക എന്നുള്ളത് തൗഹീദിന്റെ ആയത്തുകളെക്കുറിച്ചും ഷിർക്കിനെതിരെയുള്ള താക്കീതുകളെക്കുറിച്ചും അള്ളാഹു ഖുർആനിൽ പറഞ്ഞതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിലൂടെ പറഞ്ഞതും നമുക്ക് ഗ്രഹിക്കാൻ സാധിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, വളരെ ഗൌരവത്തിൽ ഇത് പഠിക്കുക. ഇവിടെ അടുത്ത അധ്യായം സിഹറുമായി ബന്ധപ്പെട്ട വിഷയത്തിന് ശേഷം അദ്ദേഹം ചർച്ച ചെയ്തിട്ടുള്ള അധ്യായം ബാബു മാ ജാഅ ഫിൽ കുഹാനി വനഹ്വിഹിം. കുഹാനുകളുടെ വിഷയത്തിൽ അല്ലെങ്കിൽ അതേപോലെയുള്ള ആളുകളുടെ വിഷയത്തിൽ വന്ന അധ്യായം എന്നാണ് കൊടുത്തിട്ടുള്ളത്. കുഹാൻ എന്ന് പറയുന്നത് കാഹിൻ എന്ന് പറയുന്ന വാക്കിന്റെ ബഹുവചനമാണ്, അഥവാ ജ്യോത്സ്യൻ എന്ന് പറയാം. ജ്യോത്സ്യന്മാരുടെയും അല്ലെങ്കിൽ അതേപോലെയുള്ള നിഗൂഢ ജ്ഞാനം വാദിക്കുന്നവർ, സിദ്ധന്മാർ, വ്യത്യസ്ത പേരുകളിലാണ് അവർ അറിയപ്പെടുന്നത്. അറബിക് മാന്ത്രികം അറിയുന്നവർ, അങ്ങനെ പലതും അവരെക്കുറിച്ച് അറിയപ്പെടുന്നുണ്ട്. ചിലർ തങ്ങന്മാരെന്നാണ് പറയുന്നത്, ബീവിമാരെന്ന് പറയുന്നവരുണ്ട്, ജിന്നുമ്മ എന്നൊക്കെ വിളിക്കാറുണ്ട്. ഇതേപോലെയുള്ള ആളുകളുടെ വിഷയത്തിൽ വന്ന ഹദീസുകളും ആയത്തുകളും ഉൾക്കൊള്ളുന്ന അധ്യായം, ഇതാണ് ഇദ്ദേഹം ഇവിടെ ചർച്ച ചെയ്യുന്നത്.
കഴിഞ്ഞ അധ്യായത്തിൽ സഹോദരങ്ങളെ സിഹറുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ മനസ്സിലാക്കിയത്. സിഹറിന്റെ അപകടവും സിഹറിന്റെ വ്യത്യസ്ത ഇനങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അതിന് യോജിക്കുന്ന ഒരു അധ്യായം തന്നെയാണ് അദ്ദേഹം ശേഷം കൊടുത്തിട്ടുള്ളത്. ആളുകൾ അവർക്ക് എന്തെങ്കിലുമൊക്കെ ഉപദ്രവങ്ങൾ സംഭവിച്ചാൽ അതിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉപദ്രവങ്ങൾ ഏൽക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ ഇത്തരത്തിലുള്ള സാഹിറന്മാരുടെയും അതേപോലെയുള്ള ജ്യോത്സ്യന്മാരുടെയും ഒക്കെ അടുക്കൽ പോകാറുണ്ട്. ഇപ്പൊ സിഹറിനും ഈ ജ്യോത്സ്യത്തിനൊക്കെ ഏതാണ്ട് ഒരേ ബന്ധമാണുള്ളത്. അഥവാ പൈശാചിക പ്രവർത്തനങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നു എന്നുള്ള കാര്യത്തിൽ അതിന് ബന്ധമുണ്ട്. എന്നാൽ അതിന്റേതായ ചില വ്യത്യാസങ്ങളും അതിനുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹം ഇതിവിടെ എടുത്തു കൊടുത്തിട്ടുള്ളത്. പ്രത്യേകിച്ചും ഈ കാലഘട്ടത്തിലും നമ്മളിത് വളരെയധികം ഗൌരവത്തിൽ പഠിക്കേണ്ട ആവശ്യം തന്നെയാണുള്ളത്. എത്രയൊക്കെ ആളുകൾക്ക് തൗഹീദിന്റെ ദഅവത്ത് നമ്മൾ എത്തി എന്ന് വാദിക്കുന്നുണ്ടെങ്കിൽ പോലും പലരും ഇത്തരത്തിലുള്ള കാര്യത്തെക്കുറിച്ച് ശരിക്കും ശ്രദ്ധിക്കാറില്ല. അല്ലെങ്കിൽ തൗഹീദിനെ കുറിച്ചൊന്ന് ബാഹ്യമായി അറിയുന്ന ആളുകൾ പോലും പലപ്പോഴും ഇത്തരത്തിൽ എന്തെങ്കിലുമൊക്കെ അപകടങ്ങൾ അവർക്ക് വരുന്ന സമയത്ത് ഇങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ആളുകളുടെ അടുക്കൽ ചെല്ലുകയും അങ്ങനെ അവരുടെ തൗഹീദിന് കോട്ടം വരുത്തുകയും ചെയ്യുക എന്നുള്ളത് നമ്മൾ പലപ്പോഴും ഇങ്ങനെ കേൾക്കുന്ന ഒരു വാർത്തയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ അധ്യായത്തിൽ വന്ന ഹദീസുകളും താക്കീതുകളും നമ്മൾ വളരെ ഗൌരവത്തിൽ മനസ്സിലാക്കുക. ഒന്നാമതായി മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ കൊടുക്കുന്നു, റവാ മുസ്ലിമുൻ ഫി സഹീഹിഹി അൻ ബഅദി അസ്വാജി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്നഹു ഖാൽ മൻ അതാ അറാഫൻ ഫസഅലഹു അൻ ഷൈഇൻ ഫസദ്ദഖഹു ലം തുഖ്ബൽ ലഹു സ്വലാത്തുൻ 40 യൗമാ. ഇവിടെ മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ മത്നിൽ ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന എന്ന് പറഞ്ഞുകൊണ്ടൊരു ഹദീസാണ് കൊടുക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചില ഭാര്യമാർ ഉദ്ധരിക്കുന്നതായിട്ടാണ് അത് പറയുന്നത്. ആ ഹദീസ് ഇപ്രകാരമാണ്: മൻ അത അറാഫൻ, ആരെങ്കിലും ഒരു അറാഫിന്റെ അടുക്കൽ ചെന്നു. ആരാണ് അറാഫ് എന്ന് പറയാം, ആരാണ് അറാഫ് എന്ന് നമുക്ക് പറയാം. ഫസഅലഹു അൻ ഷൈഇൻ, അവനോട് ചില കാര്യങ്ങൾ ചോദിക്കുകയും ഫസദ്ദഖഹു, അവൻ പറയുന്നത് സത്യപ്പെടുത്തുകയും ചെയ്തു, വിശ്വസിച്ചു. ലം തുഖ്ബൽ ലഹു സ്വലാത്തുൻ 40 യൗമ, 40 ദിവസത്തെ നിസ്കാരം എങ്കിൽ അവന്റേത് അള്ളാഹു സ്വീകരിക്കുകയില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഈ ഹദീസുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ ഇതിനെ വിശദീകരിക്കുന്നിടത്ത് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ ഇത് ഇമാം മുസ്ലിം റിവായത്ത് ചെയ്തത് എന്നാണ് പറയുന്നത്. പക്ഷെ ഇതേ രൂപത്തിൽ സഹീഹ് മുസ്ലിമിന്റെ ഹദീസ് ഇല്ല. സഹീഹ് മുസ്ലിമുള്ള ഹദീസിൽ ഇപ്രകാരമാണുള്ളത്: മൻ അതാ അറാഫൻ ഫസഅലഹു അൻ ഷൈഇൻ ലം തുഖ്ബൽ ലഹു സ്വലാത്തുൻ 40 ലൈല. അവിടെ ഫസദ്ദഖഹു, ആരെങ്കിലും ഒരു അറാഫിന്റെ അടുക്കൽ പോയി, ഭാവി പ്രവചിക്കുന്ന ഒരുവന്റെ അടുക്കലേക്ക് പോയി സത്യപ്പെടുത്തുക എന്നുള്ള വാക്ക് സഹീഹ് മുസ്ലിമിലില്ല. സഹീഹ് മുസ്ലിമിൽ ആ ഭാഗമില്ലാതെ ലം തുഖ്ബൽ ലഹു സ്വലാത്തുൻ 40 ലൈല. അവിടെ പോയാൽ തന്നെ അവന്റെ 40 രാവുകളിലുള്ള അല്ലെങ്കിൽ 40 ദിവസത്തിലുള്ള അവന്റെ നിസ്കാരം സ്വീകരിക്കപ്പെടുകയില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്നാൽ ഇമാം അഹ്മദ് റിവായത്ത് ചെയ്യുന്ന ഹദീസിൽ ഇത് വന്നിട്ടുണ്ട്: മൻ അത അറാഫൻ ഫസദ്ദഖഹു. അതുകൊണ്ട് തന്നെ ഇവിടെ റവാ മുസ്ലിമുൻ ഫി സഹീഹിഹി എന്ന് പറഞ്ഞു കൊടുത്ത ഈ ഹദീസ് അത് മനസ്സിലാക്കുക. സഹീഹ് മുസ്ലിമിൽ ഫസദ്ദഖഹു എന്നുള്ള വാക്കില്ല. എന്നാൽ ഇമാം അഹ്മദ് റിവായത്ത് ചെയ്യുന്നതിൽ ഫസദ്ദഖഹു എന്ന് ഉണ്ട്. എന്തായാലും ഇത് സഹീഹായ പരമ്പരയിലുള്ള കാര്യമാണ് അദ്ദേഹം ഉദ്ധരിച്ചിട്ടുള്ളത്. ഇനി നോക്കാം എന്താണ് പറയുന്നത്. മൻ അത അറാഫൻ, ആരെങ്കിലും ഒരു അറാഫിന്റെ അടുക്കൽ ചെന്നു എന്നാണ് പറയുന്നത്. ആരാണ് അറാഫ് എന്നതിനെ കുറിച്ച് പണ്ഡിതന്മാർ പറയുന്നത് ഇങ്ങനെയാണ്: ഹുവല്ലദി യദ്ദഇ മഅരിഫത അമാകിനൽ ഗായിബാത് ബിമുഖദ്ദിമാതിൻ ലാ തുസിലു ഇലാ മഅരിഫതി ദാലിക ഫിൽ ആദ. അവൻ അദൃശ്യജ്ഞാനത്തിലൂടെ കളഞ്ഞുപോയ വസ്തുക്കളെല്ലാം കണ്ടെത്തുന്ന ചില ആളുകളുണ്ട്. അദൃശ്യജ്ഞാനത്തിലൂടെ കളഞ്ഞുപോയ ചില വസ്തുക്കളൊക്കെ അവൻ കണ്ടെത്തുകയാണ്. എങ്ങനെയാണ് കണ്ടെത്തുക? ലാ തൂസിലു ഇലാ മഅരിഫതി ദാലിക ഫിൽ ആദ. സാധാരണഗതിയിൽ അത് ആർക്കും ചെയ്യാൻ പറ്റാത്ത ചില കാര്യങ്ങളാണ്. അതാണ് അവന്റെ പണി. ആരുടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ വസ്തു കളഞ്ഞു പോയിട്ടുണ്ട്, എന്റെ പണം കളഞ്ഞു പോയിട്ടുണ്ട്, വാഹനം കളഞ്ഞു പോയിട്ടുണ്ട്, അല്ലെങ്കിൽ മൃഗത്തെ കളഞ്ഞു പോയിട്ടുണ്ട്. നേരെ ചെല്ലുന്നത് ഇത്തരം അറാഫുകളുടെ അടുക്കലാണ്. അവരുടെ പണി അവർ ചില കാര്യങ്ങളൊക്കെ ഒപ്പിച്ച് അതിൽ ചിലർ വെറ്റിലയിലായിരിക്കും നോക്കുക, ചിലർ വേറെന്തെങ്കിലുമൊക്കെ വസ്തുക്കളിലായിരിക്കും നോക്കുക. ഇങ്ങനെയൊക്കെ ചില കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം അവർ പറയുക, ഇന്ന ഭാഗത്തുണ്ട്, അവിടെ പോയി നോക്കിക്കോളൂ. അല്ലെങ്കിൽ പണം ഇത് ഇന്ന ആളാണ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് ജീവിതത്തിൽ അനുഭവമുള്ള കാര്യമാണ്. ഇങ്ങനെ ചെയ്യുന്ന ആളുകളുണ്ട്. അവർ പറയുന്നത് ശരിയാവുകയും ചെയ്യും. എങ്ങനെയാണത് ശരിയാകുന്നത് ഇൻഷാ അല്ലാഹ് അത് പറയാം. ഇങ്ങനെയുള്ള ആളുകളെ കുറിച്ചിട്ടാണ് അറാഫ് എന്ന് പറയുന്നത്.
ഇവിടെ ഇദ്ദേഹം പറയുന്ന സമയത്ത് ആ അറാഫിനെ വിശദീകരിക്കുന്ന സമയത്ത് പറഞ്ഞു ഇങ്ങനൊരു വാക്ക് പറഞ്ഞിട്ടുണ്ട്, ലാ തുസ്ലു ഇലാ മഅരിഫത്തി ദാലിക ഫിൽ ആദ, ആ കളഞ്ഞുപോയ വസ്തുക്കൾ സാധാരണഗതിയിൽ ആളുകൾക്ക് കണ്ടെത്താൻ പറ്റാത്തത് എന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം സാധാരണഗതിയിൽ കളഞ്ഞുപോയ വസ്തുക്കൾ കണ്ടെത്തുന്ന ചില ആളുകളുണ്ട്, അങ്ങനെ കഴിവുള്ള ആളുകളുണ്ട്. അവർ അറാഫുകളായി പെടുകയില്ല. ഏതുപോലെ ഒരു വ്യക്തിക്ക് കുറ്റാന്വേഷണവുമായി ബന്ധപ്പെട്ട് നല്ല കഴിവാണ്, അങ്ങനെ സാമർഥ്യമുള്ള ആളുകൾ ഉണ്ടാകും. എന്തെങ്കിലുമൊക്കെ ഒരു വസ്തു കളഞ്ഞുപോയാൽ അതിന്റെ അടയാളങ്ങളൊക്കെ നോക്കിയിട്ട് അവർ കണ്ടുപിടിക്കുന്ന ആളുകളുണ്ട്. അതിന്റെ അടയാളങ്ങൾ നോക്കി കണ്ടുപിടിക്കും. ഇന്ന ആളാണ് ഇന്ന സ്ഥലത്തുനിന്ന് മോഷണം പോയി, ഇന്ന സമയത്താണ് മോഷണം പോയത്, അത് ഏകദേശം ധാരണകൾ അവിടെ ആരൊക്കെ ഉണ്ടായിട്ടുണ്ട്, ആ ആളുകളൊക്കെ എങ്ങോട്ടൊക്കെ പോയിട്ടുണ്ട് എന്നതൊക്കെ കൃത്യമായി അന്വേഷിച്ച ആളുകളെ കണ്ടുപിടിക്കുന്ന ആളുകളുണ്ട്. അത് ശരിയായ മാർഗത്തിൽ ഇത്തരത്തിലുള്ള ആളുകളെ ഉപയോഗിക്കാതെ ഒരാൾ കണ്ടുപിടിക്കുന്നുണ്ടെങ്കിൽ അതിനെ അറാഫ് എന്ന് പറയുകയില്ല. എന്നാൽ അറാഫ് എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള സാധാരണഗതിയിൽ ആളുകൾക്ക് കാര്യകാരണ ബന്ധത്തിൽ നിന്നും കണ്ടുപിടിക്കാൻ പറ്റാത്തതായ ചില പ്രത്യേക സാഹചര്യങ്ങളോട് നിഗൂഢമായ ജ്ഞാനങ്ങളിലൂടെ കണ്ടെത്തുന്ന ആളുകളാണ്. അവരെയാണ് അറാഫ് എന്ന് പറയുന്നത്. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അത്തരത്തിലുള്ള അറാഫുകളുടെ അടുക്കലേക്ക് ആരെങ്കിലും പോയി ഫസദ്ദഖഹു, അവൻ അയാൾ പറയുന്ന കാര്യം വിശ്വസിക്കുകയും ചെയ്താൽ ലം തുഖ്ബൽ ലഹു സലാത്തുൻ, അവന്റെ നിസ്കാരം സ്വീകരിക്കപ്പെടുകയില്ല. 40 യൗമൻ, 40 ദിവസത്തെ നിസ്കാരം സ്വീകരിക്കപ്പെടുകയില്ല. ഇവിടെ മനസ്സിലാക്കേണ്ടത് നിസ്കാരം സ്വീകരിക്കപ്പെടുകയില്ല എന്ന് പറഞ്ഞാൽ അവന്റെ നിസ്കാരത്തിന് പ്രതിഫലം ലഭിക്കുകയില്ല എന്നതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവൻ അത് ചെയ്യൽ നിർബന്ധവുമാണ്. അങ്ങനെ ഒരാൾ പോയാൽ ശേഷമുള്ള 40 ദിവസം അവൻ നിസ്കരിക്കൽ നിർബന്ധമാണ്. അതിനുശേഷം ഈ ഹദീസ് കേട്ടാലും ശരി, 40 ദിവസം നിസ്കരിക്കൽ നിർബന്ധമാണ്. നിസ്കരിച്ചിട്ടില്ലെങ്കിൽ നമുക്കറിയാം സാധാരണഗതിയിൽ ഒരാൾ മനഃപൂർവ്വം നിസ്കാരം ഉപേക്ഷിച്ചാൽ അവൻ ദീനിൽ നിന്ന് തന്നെ പുറത്തു പോകുന്ന കാര്യമാണ്. മനഃപൂർവ്വം ഉപേക്ഷിക്കാൻ പാടില്ല. ഇവിടെ അവൻ 40 ദിവസം നിസ്കരിക്കൽ നിർബന്ധമാണ്. അങ്ങനെ അവൻ നിസ്കരിച്ചാൽ അവന്റെ നിസ്കാരത്തിന്റെ ഷർത്തുകളും അർക്കാനുകളും ഒക്കെ പാലിച്ചുകൊണ്ടാണ് നിസ്കരിക്കുന്നത് എങ്കിൽ നിസ്കാരം സഹീഹാവുകയും ചെയ്യും. അവന് പിന്നീട് ഖളാ വീട്ടേണ്ട യാതൊരു ആവശ്യവുമില്ല. അവന്റെ ദിമ്മത്ത് കഴിഞ്ഞു, അവന്റെ ബാധ്യത അതിൽ നിന്ന് ഒഴിവായി. പക്ഷേ അത് സ്വീകരിക്കപ്പെടുകയില്ല. അതൊരു ശിക്ഷയാണ്. ചില ശിക്ഷകൾ അങ്ങനെയാണ്. അള്ളാഹു അത് സ്വീകരിക്കാതിരിക്കുക, പ്രതിഫലം നൽകാതിരിക്കുക എന്നതായിരിക്കും അതിന്റെ ശിക്ഷ. അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരാൾക്ക് അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ അയാൾ 40 ദിവസം അയാളുടെ നിസ്കാരം സ്വീകരിക്കപ്പെടുകയില്ല. ആ 40 നിസ്കാരത്തിന് ശേഷം അയാൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, അത് ഖളാ വീട്ടേണ്ട ആവശ്യമില്ല എന്ന് പണ്ഡിതന്മാർ ഉണർത്തിയത് കാണാൻ സാധിക്കും. ഇനി സഹോദരങ്ങളെ, ഇവിടെ ഈ പറഞ്ഞതുപോലെ കേവലം 40 ദിവസത്തെ നിസ്കാരം അത് സ്വീകരിക്കപ്പെടാതിരിക്കുക എന്നൊരൊറ്റ ഹുക്കുമല്ല ഇവിടെ ഉള്ളത്. ഇതിനി വിശദീകരണമുണ്ട്, ഇൻഷാ അല്ലാഹ് അത് പറയാം, ബാക്കിയുള്ള ഹദീസുകളിലൂടെ പറയാം. 40 ദിവസത്തെ നിസ്കാരം നഷ്ടപ്പെടുക അല്ലെങ്കിൽ സ്വീകരിക്കപ്പെടാതിരിക്കുക എന്നത് മാത്രമല്ല ഇത്തരത്തിലുള്ള ജ്യോത്സ്യന്മാരുടെ, സിദ്ധന്മാരുടെ നിഗൂഢജ്ഞാനം വാദിക്കുന്നവരുടെ അടുക്കലൊക്കെ പോകുന്ന ആളുകൾക്ക് ശിക്ഷയായിട്ടുള്ളത് അതിനപ്പുറത്തേക്കുണ്ട്. ചിലപ്പോൾ അവർ ദീനിൽ നിന്ന് തന്നെ പുറത്തു പോകുന്ന കാര്യമായിരിക്കാം അത്. ചില സമയങ്ങളിൽ അത് അനുവദനീയവും ആകാം. ഇൻഷാ അല്ലാഹ് അടുത്ത ഹദീസിലൂടെ അത് പറയാം. അടുത്ത ഹദീസ് عن أبي هريرة رضي الله عنه عن النبي صلى الله عليه وسلم قال من أتى كاهنا فصدقه بما يقول فقد كفر بما أنزل على محمد صلى الله عليه وسلم رواه أبو داود. ഇവിടെ പറയുന്നത് അബൂ ദാവൂദ് ഉദ്ധരിക്കുന്ന ഈ ഹദീസിലുള്ളത് മൻ അതാ കാഹിനൻ, ആരെങ്കിലും ഒരു ജ്യോത്സ്യന്റെ അടുക്കലേക്കെത്തി, ഒരു കാഹിനിന്റെ അടുക്കലേക്കെത്തി ജ്യോത്സ്യൻ, ഫസദ്ദഖഹു ബിമാ യഖൂൽ, ആ ജ്യോത്സ്യൻ ചില കാര്യങ്ങളൊക്കെ നോക്കി, ചില പ്രശ്നങ്ങളൊക്കെ നിരത്തി, ചില കളങ്ങളൊക്കെ വരച്ച് ചില കാര്യങ്ങളൊക്കെ പറയും, ഇന്നത് ചെയ്യണം, ഇന്നത് ചെയ്യരുത്, അങ്ങനെയാണ് ചെയ്യേണ്ടത്, ഇങ്ങനെ ചെയ്യാൻ പാടില്ല, ഇങ്ങനെ പറഞ്ഞു. ഫസദ്ദഖഹു ബിമാ യഖൂൽ, അവൻ പറയുന്നത് നീ വിശ്വസിക്കുകയും ചെയ്താൽ ഫഖദ് കഫറ ബിമാ ഉൻസില അലാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇറങ്ങിയതിൽ നീ അവിശ്വസിച്ചിരിക്കുന്നു എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇവിടെ കാഹിൻ എന്നുള്ള പദമാണ് പറഞ്ഞത്, നേരത്തെ അറാഫ് ആണെന്ന് പറഞ്ഞത്. എന്താണ് കാഹിൻ എന്ന് പറഞ്ഞാൽ? കാഹിൻ എന്ന് പറഞ്ഞാൽ അവന്റെ പ്രത്യേകത, അവൻ ഭാവിയിൽ സംഭവിക്കുന്ന കാര്യങ്ങളെ പ്രവചിക്കുന്നവനാണ്. അവനാണ് കാഹിൻ എന്ന് പറയുന്നത്. എന്നാൽ നമ്മൾ നേരത്തെ അറാഫ് എന്ന് പറഞ്ഞത്, അവന്റെ ജോലി എന്ന് പറഞ്ഞാൽ അവൻ കളഞ്ഞുപോയ വസ്തുക്കൾ അതൊക്കെ കണ്ടെത്തി പറയുക, എന്തെങ്കിലുമൊക്കെ വസ്തുക്കൾ കളഞ്ഞാൽ അത് പറയുക, ഇതൊക്കെയായിരിക്കും ഈ അറാഫിന്റെ പണി. കാഹിൻ എന്ന് പറയുന്നത് ജ്യോത്സ്യൻ, ഭാവിയിൽ എന്ത് സംഭവിക്കും, നിന്റെ കല്യാണം ഈ വർഷം നടക്കും, നിനക്ക് നല്ല ജോലി കിട്ടും, അടുത്ത വർഷം വലിയ സമൃദ്ധമായ നിനക്ക് സൗഖ്യമുണ്ടാകുന്ന കാര്യമായിരിക്കാം, ഇങ്ങനെയുള്ള ഭാവി പ്രവചിക്കുന്ന ആളാണ് കാഹിൻ എന്ന് പറയുന്നത്. ചില പണ്ഡിതന്മാർ ഇത് രണ്ടും ഒന്ന് തന്നെയാണ്
എന്നെല്ലാം പറഞ്ഞിട്ടുണ്ട്. എന്ത് തന്നെയായാലും ഫസദ്ദഖഹു ബിമാ യഖൂൽ, അവൻ പറയുന്ന കാര്യം ഒരാൾ വിശ്വസിച്ചു കഴിഞ്ഞാൽ ഫഖദ് കഫറ ബിമാ ഉൻസില അലാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇറങ്ങിയതിൽ അവൻ അവിശ്വസിച്ചിരിക്കുന്നു എന്നാണ്. അടുത്ത ഹദീസ് കൂടി വായിച്ചതിന് ശേഷം ഇൻഷാ അല്ലാഹ് എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇറങ്ങിയതിൽ അവിശ്വസിച്ചു എന്നത് നമുക്ക് മനസ്സിലാക്കാം. അടുത്തതായി അദ്ദേഹം കൊടുത്ത ഹദീസ് വലിൽ അർബഅതി വൽ ഹാക്കിം വഖാല സഹീഹുൻ അലാ ഷർത്തിഹിമാ അൻ, ചെറിയൊരു ഭാഗം അവിടെ മത്തനിൽ വിട്ടിട്ടുണ്ട്. എന്നിട്ട് കൊടുത്തു മൻ അതാ അറാഫൻ ഔ കാഹിനൻ ഫസദ്ദഖഹു ബിമാ യഖൂൽ ഫഖദ് കഫറ ബിമാ ഉൻസില അലാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വലി അബി യഅല ബിസനദിൻ ജയ്യിദിൻ അൻ ഇബ്നു മസ്ഊദ് മിസ്ലുഹു മൗഖൂഫാ വലിൽ അർബഅതി വൽ ഹാക്കിം. അൽ അർബഅ എന്ന ഹദീസിൽ റവാഹുൽ അർബഅ എന്ന് പറഞ്ഞാൽ ഹദീസിൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അസ്ഹാബു സുനനിൽ അർബഅ, 4 സുനനുകളുണ്ട്, ആ ആളുകളാണ് ഉദ്ദേശിക്കുന്നത്. അഥവാ സുനനു അബി ദാവൂദ്, സുനനു തിർമിദി, സുനനു ഇബ്നു മാജ, സുനനു നസായി. ഈ 4 ആളാണ് അൽ റവാഹുൽ അർബഅ എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെയുള്ള ചില വാക്കുകളൊക്കെ നമുക്ക് പഠിക്കാം. റവാഹു ഷെയ്ഖാൻ, 2 ഷെയ്ഖുമാർ ഉദ്ധരിച്ചത് എന്ന് പറഞ്ഞാൽ റവാഹുൽ ബുഖാരി വ മുസ്ലിം, അതാണ് ഉദ്ദേശിക്കുന്നത്. റവാഹുൽ അർബഅ എന്ന് പറഞ്ഞാൽ അസ്ഹാബു സുനൻ, സുനനുകൾ എഴുതിയ ഹദീസിന്റെ ഗ്രന്ഥങ്ങളാണ് അത് എഴുതിയ ഈ 4 ആളുകൾ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ അവരും വൽ ഹാക്കിം, ഹാക്കിം മറ്റൊരു മുഹദ്ദിസാണ്, അദ്ദേഹത്തിന്റെയും ഹദീസ് ഗ്രന്ഥങ്ങളിൽ റിവായത്ത് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് പറയുന്നത്. സഹീഹുൻ അലാ ഷർത്തിഹിമ, അവരുടെ ഷർത്ത് പ്രകാരം അത് സഹീഹാണ് എന്നാണ് പറഞ്ഞത്. എന്ന് നോക്കൂ സഹോദരങ്ങളെ, എന്താണ് അവിടെ പറഞ്ഞിരിക്കുന്നത്? ഇവിടെ അൻ എന്ന് എഴുതിയിട്ട് മത്തിനിൽ ചെറിയൊരു ഭാഗം വിട്ടുപോയിട്ടുണ്ട്. അഥവാ ആരിൽ നിന്നാണ് ഉദ്ധരിക്കുന്നത് എന്നുള്ള ഭാഗം ഈ മത്തിനിൽ അത് പകർത്തി എഴുതിയ ആൾക്ക് കിട്ടിയിട്ടില്ല. അത് ചില പകർപ്പിൽ അത് ഇബ്നു അബ്ബാസ് ആണ് എന്നുണ്ട്, പക്ഷെ അത് ശരിയല്ല എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. മറിച്ച് അവിടെ വിട്ടുപോയത് അൻഹു എന്നാണ്, അത് അദ്ദേഹത്തിൽ നിന്ന് തന്നെ ഉദ്ധരിക്കുന്നു. അഥവാ തൊട്ടു മുമ്പത്തെ ഹദീസ് ഉദ്ധരിച്ചത് അബു ഹുറൈറയാണ്, അഥവാ അൻ അബി ഹുറൈറ, അബു ഹുറൈറയാണ് ഈ ഹദീസ് ഉദ്ധരിച്ചത് എന്ന് അർത്ഥം. എന്താണ് ആ ഹദീസിൽ പറയുന്നത്? മൻ അത്ത അറാഫൻ ഔ കാഹിനൻ, ആരെങ്കിലും ഒരു അറാഫിന്റെ അല്ലെങ്കിൽ കാഹിനിന്റെ അടുക്കൽ പോയി. അറാഫ് നമ്മൾ പറഞ്ഞു ഭാവിയിലുള്ള എന്തെങ്കിലുമൊക്കെ കളഞ്ഞുപോയ വസ്തുക്കളെ കണ്ടുപിടിക്കുന്ന അതിനെക്കുറിച്ച് പറയുന്ന ആളാണ്. കാഹിൻ എന്ന് പറഞ്ഞാൽ ഭാവി പ്രവചിക്കുന്ന ആളാണ്. ആരെങ്കിലും ഇവരുടെ ആരുടെങ്കിലൊക്കെ അടുക്കൽ പോയി ഫസദ്ദഖഹു ബിമാ യഖൂൽ, അവർ പറയുന്നത് സത്യപ്പെടുത്തുകയും ചെയ്തു. ഫഖദ് കഫറ ബിമാ ഉൻസില അലാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇറങ്ങിയ കാര്യത്തിൽ അവർ അവിശ്വസിച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത്. എന്താണ് അങ്ങനെ പറയാൻ കാരണം? കാഹിനിനെ വിശ്വസിക്കുന്നവൻ, ജോത്സ്യനെ വിശ്വസിക്കുന്നവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇറങ്ങിയതിൽ അവിശ്വസിച്ചിരിക്കുന്നു എന്ന് പറയാൻ കാരണം എന്താണ്? ആർക്കാണ് അറിയാം? എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? മൂസ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇറങ്ങിയത് എന്ന് പറയുന്നത് ഖുർആനാണ്. ഖുർആനിൽ അവിശ്വസിച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത്. എന്താണ് ഖുർആനിൽ അവിശ്വസിച്ചിരിക്കുന്നു എന്ന് പറയാൻ കാരണം? കാരണം ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉടനീളം പറഞ്ഞിട്ടുള്ള കാര്യമാണ് അല്ലാഹുവിനല്ലാതെ ഗൈബ് അറിയില്ല എന്നുള്ളത്. അദൃശ്യജ്ഞാനം അറിയുന്നവൻ അല്ലാഹു തആല മാത്രമാണ്. ഇത് ഖുർആനിൽ എല്ലാ സ്ഥലത്തും അല്ലാഹു തആല പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ഒരുവൻ ഇങ്ങനെയുള്ള അദൃശ്യജ്ഞാനം പറയുന്ന ഒരുവന്റെ വാക്ക് വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ അവൻ യഥാർത്ഥത്തിൽ പറയാതെ പറയുന്നത് എന്താണ്? അല്ലാഹുവിനല്ലാതെ വേറെ ആളുകൾക്കും ഗൈബ് അറിയാമെന്നാണ്. ഇവനെ ഗൈബ് അറിയാം. ഏതെങ്കിലും ഒരു വ്യക്തി ഗൈബിയായ ഒരു കാര്യം പറയുകയാണ്, അത് അങ്ങനെ സംഭവിക്കും, ഇതിങ്ങനെയാണ് സംഭവിക്കാൻ പോകുന്നത് എന്നൊരാൾ പറയുകയും അത് നമ്മൾ വിശ്വസിക്കുകയും ചെയ്താൽ നമ്മൾ എന്താണ് അംഗീകരിക്കുന്നത്? അയാൾക്ക് ഗൈബ് അറിയാമെന്നാണ്. അതുകൊണ്ട് ഖുർആനിൽ വിശ്വസിക്കുന്ന ഒരാൾക്ക് ഒരിക്കലും തന്നെ ജ്യോത്സ്യനിൽ വിശ്വസിക്കാൻ സാധിക്കുകയില്ല. നേരെ തിരിച്ചതിന് ജ്യോത്സ്യനിൽ വിശ്വസിക്കുന്നവൻ യഥാർത്ഥത്തിൽ ഖുർആനിനെ കളവാക്കിയിരിക്കുകയാണ്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഫഖദ് കഫറ ബിമാ ഉൻസില അലാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇറങ്ങിയതിൽ നീ അവിശ്വസിച്ചിരിക്കുന്നു എന്നാണ്. കാരണം അല്ലാഹു തആല പറഞ്ഞു ഫഖുൽ ഇന്നമൽ ഗൈബു ലില്ലാഹ്, സൂറത്ത് യൂനുസിൽ 20-ാം അധ്യായത്തിൽ പറഞ്ഞതാണ്. നബിയെ താങ്കൾ പറയുക ഇന്നമൽ ഗൈബു ലില്ലാഹ്, ഇന്നമ എന്നുള്ള പ്രയോഗം മാത്രമെന്ന് അറിയിക്കുകയാണ്. ഇന്നമൽ ഗൈബു ലില്ലാഹ്, ഗൈബ് അറിയുക, അദൃശ്യജ്ഞാനം അറിയുക അല്ലാഹു തആലക്ക് മാത്രമാണ്. അല്ലാഹു തആല പറയുക. എന്നാൽ ഇവൻ പറയും ഇവനെ അറിയാന്നാണ്, ജ്യോത്സ്യൻ അറിയാന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ ഈ രൂപത്തിലുള്ള നിഗൂഢ ജ്ഞാനികൾക്ക്, സിദ്ധന്മാർക്ക് അറിയാന്നാണ് പറയുന്നത്. ജിന്നുമ പറയുന്നത് ഞാൻ അറിയും, ഞാൻ പറഞ്ഞുതരും, നിങ്ങളെ മോളുടെ കല്യാണം എപ്പോഴാണ് നടക്കുക, ഈ വർഷം നോക്കണ്ട, അടുത്ത വർഷം നോക്കിയാൽ മതി, ഗൾഫിലേക്ക് അടുത്ത മാസം പോകണ്ട, അത് അതിന്റെ അടുത്ത മാസം പോയി, ഞാൻ പറഞ്ഞുതരാന്നാണ് പറയുന്നത്. ഗൈബ് ഇവർക്ക് അറിയാന്നാണ് പറയുന്നത്. അങ്ങനെ ഒരാൾ വിശ്വസിച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് നമ്മോട് പറയുന്നത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിങ്ങൾ അവിടത്തേക്ക് ഇറങ്ങിയ കാര്യത്തിൽ നിങ്ങൾ അവിശ്വസിച്ചിരിക്കുന്നു എന്നാണ്. നോക്കൂ, അല്ലാഹു തആല പറയുന്നു വമാ കാന അല്ലാഹു
ലിയുത്ലിഅകും അലൽ ഗൈബ് വലാകിന്നല്ലാഹ യജ്തബി മിർ റുസുലിഹി മൻ യശാ വമാ കാന അല്ലാഹു ലിയുത്ലിഅകും അലൽ ഗൈബ്. അല്ലാഹു തആല ഒരിക്കലും തന്നെ നിങ്ങൾക്ക് ഗൈബിയായ കാര്യങ്ങൾ അറിയിച്ചു തരുന്നില്ല. അത് നിങ്ങൾക്ക് അല്ലാഹു ഒരിക്കലും അറിയിച്ചു തരുന്നില്ല നിങ്ങളിൽ ഒരാൾക്കും. ഖുർആൻ വായിക്കുന്ന ഒരാൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്, നിങ്ങളിൽ ഒരാൾക്കും അല്ലാഹു ഗൈബിയായ കാര്യങ്ങളൊന്നും അറിയിച്ചു തരികയില്ല. വലാകിന്നല്ലാഹ യജ്തബി മിർ റുസുലിഹി മൻ യശാ. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ റസൂൽമാരിൽ ചിലരെ തെരഞ്ഞെടുത്ത് അവർക്ക് പറഞ്ഞു കൊടുക്കും. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് ഗൈബിയായ കാര്യങ്ങൾ എങ്ങനെയാണ് പറഞ്ഞു തന്നത്? ദജ്ജാലിനെ കുറിച്ച് പറഞ്ഞു തന്നു, യഅജൂജ് മഅജൂജ് വരും, ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം വരുന്നതിനെ കുറിച്ച്, മഹ്ദി ഇമാം വരുന്നതിനെ കുറിച്ച്. ഇതൊക്കെ ഗൈബിയായ കാര്യങ്ങളാണ്, അള്ളാഹു അറിയിച്ചപ്പോഴാണ് പറഞ്ഞു തരുന്നത്. അതല്ലാതെ ഒരാൾക്കും ഇങ്ങനെയുള്ള ഗൈബിയായ കാര്യങ്ങൾ പറഞ്ഞു തരാൻ സാധിക്കുകയില്ല. എല്ലാ സ്ഥലത്തും അള്ളാഹു താല ഇത് ഖുർആനിൽ ഉടനീളം പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഗൈബിയായ കാര്യം അത് അള്ളാഹു താലക്ക് മാത്രമേ അറിയുകയുള്ളൂ എന്ന്. അതുകൊണ്ട് തന്നെ ഒരാൾ ഇങ്ങനെ വാദിക്കുകയാണെങ്കിൽ അയാൾക്കറിയാം, മറ്റൊരാൾക്കറിയാം അയാൾ പറയുന്നത് സത്യമാണ് എന്ന് പറയുകയാണെങ്കിൽ യഥാർത്ഥത്തിൽ അവൻ ഖുർആനിൽ അവിശ്വസിച്ചിരിക്കുകയാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇത് കൊടുത്തിട്ട് പറഞ്ഞു, വലി അബി യഅല ബിസനദിൻ ജയ്യിദ്, അബൂ യഅല ജയ്യിദായ സഹീഹായ ഒരു സനദോടുകൂടി പറഞ്ഞു, അൻ ഇബ്നു മസ്ഊദിൻ മിസ്ലുഹു മൗഖൂഫൻ, ഇബ്നു മസ്ഊദിൽ നിന്ന് ഇതേപോലെയുള്ള അസറുകൾ, അത് നേരത്തെ നമ്മൾ വായിച്ചതുപോലെയുള്ള ചില അസറുകൾ ഇബ്നു മസ്ഊദിൽ നിന്നും അബൂ യഅലയും ഉദ്ധരിച്ചിട്ടുണ്ട്. ഇദ്ദേഹം ഇങ്ങനെ ധാരാളം ആളുകൾ ഉദ്ധരിച്ചിട്ടുണ്ട് എന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് ഹദീസുകൾ ഈ വിഷയത്തിൽ വന്നിട്ടുണ്ട്. ഏതെങ്കിലും ഒരു ഒറ്റപ്പെട്ട ഹദീസല്ല, ധാരാളം ഹദീസുകൾ ഇതിൽ വന്നിട്ടുണ്ട്, സഹാബികളുടെ ഖൗലുകൾ വന്നിട്ടുണ്ട്. ഇവിടെ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നതായിട്ട് അബൂ യഅല ഉദ്ധരിക്കുന്ന ഒരുപാട് അസറുകൾ കാണാം. അതിൽപ്പെട്ടതാണ് മൻ അതാ കാഹിനൻ ഫസദ്ദഖഹു ബിമാ യഖൂൽ, ആരെങ്കിലും ഒരു ജോൽസിന്റെ അടുക്കലെത്തി അയാൾ പറയുന്നത് വിശ്വസിച്ചാൽ ഫഖദ് കഫറ ബിമാ ഉൻസില അലാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇറങ്ങിയതിൽ അവൻ അവിശ്വസിച്ചിരിക്കുന്നു. അതേപോലെ തന്നെ മൻ അതാ കാഹിനൻ വസദ്ദഖഹു ഫഖദ് കഫറ ബിമാ ഉൻസില അലാ മുഹമ്മദിൻ, വേറെ ചില പണ്ഡിതന്മാരും ഇബ്നു മസ്ഊദിൽ നിന്ന് ഉദ്ധരിച്ചിട്ടുണ്ട്. ഇബ്നു ഹജർ, ഹാഫിദ് ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുല്ലാ അദ്ദേഹം പറയുന്നു, ഇസ്നാദുഹു ജയ്യിദ്, ഇത് ശരിയായ സനദോടുകൂടി ഉദ്ധരിക്കപ്പെട്ടതാണ്. വമിസ്ലുഹു ലാ യുഖാൽ ബിർറഅയ്, ഇബ്നു മസ്ഊദ് ഈ പറഞ്ഞത് ഇങ്ങനെയുള്ള കാര്യം അഥവാ കാഫിറായി പോകും, അവൻ അവിശ്വസിച്ചിരിക്കുന്നു, ഇങ്ങനെയുള്ള സഹാബികൾ പറയുന്നത് ഒരിക്കലും അവരുടെ അഭിപ്രായമായി പറയുകയില്ല. അവർ ചിലപ്പോൾ ഫിഖഹിന്റെ വിഷയത്തിൽ അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ വിഷയത്തിൽ ചിലപ്പോൾ അവരെന്തെങ്കിലുമൊക്കെ ഇജ്തിഹാദ് ചെയ്ത അഭിപ്രായം പറയും. അതല്ലാതെ ഇങ്ങനെയുള്ള ഹുക്കുമുകൾ പറയാ, അള്ളാഹു അവിശ്വസിച്ചിരിക്കുന്നു, റസൂൽ അവിശ്വസിച്ചിരിക്കുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നത് ഒരിക്കലും അവരുടെ ബുദ്ധിയിൽ നിന്നും അവർ പറയുകയില്ല. അന്നലഹു ഹുക്കുമുർ റഫ്, അതിന് റഫ്ഇന്റെ ഹുക്കുമുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതിന്റെ ഹുക്കുമുണ്ട് എന്നാണ്. അപ്പൊ ധാരാളം സഹോദരങ്ങളെ ഹദീസിലൂടെ വന്ന കാര്യമാണ്. ഇത്തരത്തിലുള്ള ആളുകൾ പോയി ഇങ്ങനെ ചോദിക്കുക, ഇത്തരത്തിൽ മുസ്ലിമീങ്ങളെ അങ്ങനെ കാണുന്നത്. ആളുകൾ വിചാരം ജോൽസെന്ന് പേരിട്ടാൽ മാത്രമേ പ്രശ്നമുള്ളൂ എന്നാണ്. പ്രശ്നം അതിലല്ല. പ്രശ്നം നിങ്ങൾ ഗൈബിയായ കാര്യങ്ങൾ അള്ളാഹു അല്ലാത്ത ആളുകൾക്ക് അറിയാമെന്ന് വിശ്വസിക്കുകയും അവർ പറയുന്നത് നിങ്ങൾ വിശ്വസിക്കുകയും ചെയ്യുന്നു എന്നുള്ളതിലാണ് പ്രശ്നം. അതുകൊണ്ട് പേരെന്ത് നോക്കിയിട്ടല്ല, ജോത്സ്യൻ എന്ന് പറഞ്ഞ് വേറെ എന്തെങ്കിലും മതസ്ഥരാകുമ്പോൾ നമുക്ക് പോകാൻ പാടില്ല. എന്നാൽ വല്ല തങ്ങളെന്നോ ഇന്ന തങ്ങളാണ്, ഇന്ന ജിന്നുമ്മയാണ്, ഇന്ന ബീവിയാണ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് പോകാമെന്നോ എന്ന് ധരിക്കാൻ പാടില്ല. ഇത്തരത്തിൽ കളഞ്ഞുപോയ വസ്തുക്കൾ ചോദിക്കുന്ന ആളുകളും അല്ലെങ്കിൽ ഭാവിയിൽ എനിക്ക് എന്ത് സംഭവിക്കും എന്നതിനു വേണ്ടി ചോദിക്കുന്ന ആളുകളും എല്ലാവരെയും കുറിച്ചാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇറങ്ങിയ ഖുർആനിൽ അവിശ്വസിച്ചിരിക്കുന്നു എന്നാണ്. ഇവിടെ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട, പണ്ഡിതന്മാർ ഉണർത്തിയ ഒരു കാര്യമുണ്ട്. മൻ അത്ത, പോകുക എന്ന് പറഞ്ഞാൽ അത് ശരീരം കൊണ്ട് പോകുന്നത് മാത്രമല്ല തെറ്റ്. ഇന്നത്തെ കാലത്ത് ഇത്തരത്തിലുള്ള ജ്യോത്സ്യന്മാരുടെ ചാനലുകളുണ്ട്. ഇത്തരത്തിലുള്ള കണക്കന്മാരുടെയും സിദ്ധന്മാരുടെയും ചാനലുകൾ അതുണ്ട്. അതിലാണ് അവർ ചാനലുകളിൽ പ്രത്യേക സമയത്ത് ഇത്തരത്തിലുള്ള ആളുകൾ എന്ത് ചെയ്യും, ഫോണിംഗ് പരിപാടിയാണ്. അവിടെ തന്നെ എത്തണമെന്നില്ല, ഇങ്ങനെ ഫോൺ വിളിച്ചാൽ മതി. ഇന്ന പണിക്കരെ വിളിക്കുക, ഇന്ന ജോത്സ്യനെ വിളിക്കുക, എന്നിട്ട് പറയാൻ ഇന്ന കാര്യങ്ങളുണ്ട്. അയാൾ ഉടനെ തന്നെ അതിന്റെ പ്രശ്നം പറയും, അതിന്റെ ഉത്തരം പറയും. ഇതും അതിൽ ഉൾപ്പെടുമെന്നാണ്. ഇതും അതിൽ ഉൾപ്പെടും. അവനും ഈ പറയുന്ന 40 ദിവസത്തെ നിസ്കാരം സ്വീകരിക്കപ്പെടുകയില്ല എന്ന കാര്യത്തിൽ ഉൾപ്പെടും എന്ന കാര്യം വളരെ ഗൗരവത്തിൽ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്നാൽ ഒരാൾ, വിവരമുള്ള ഒരാൾ ഇത്തരത്തിലുള്ള ആളുകളുടെ അടുക്കൽ പോയി അവരുടെ ബാത്തിൽ നിരർത്ഥകത ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി ഒരാൾ പോകുകയാണെങ്കിൽ അത്തരത്തിൽ ഒഴികെ, അത് അയാൾ അവിടെ വഷളാക്കാൻ, അയാളുടെ നിരർത്ഥകത ബോധ്യപ്പെടുത്താൻ. കാരണം ഇവരുടെ എല്ലാ കാര്യങ്ങളും അത് പറയുന്നത് ശരിയായിക്കൊള്ളണമെന്നില്ല. ശരിയാകുന്നത് എങ്ങനെയെന്നുള്ളത് ഇൻഷാ അല്ലാഹ് അടുത്ത ഹദീസിൽ നമുക്ക് മനസ്സിലാക്കാം. ഇവർ പറയുന്നത് 90% അല്ലെങ്കിൽ 99% തെറ്റായിരിക്കും. അവരുടെ ഊഹങ്ങളായിരിക്കും, പല തട്ടിപ്പുകളായിരിക്കും. ചിലത്
പൈശാചികമായ ചില കാര്യങ്ങളിലൂടെ അവർ അറിയിക്കുന്നു എന്ന് മാത്രം. അപ്പൊ അത് എങ്ങനെയെങ്കിലുമൊക്കെ ബാത്തിലാണ്. ഇവൻ പിശാചിന്റെ ആളാണ്, അല്ലാതെ അള്ളാഹുവിന്റെ ഔലിയ ഉർ റഹ്മാൻ അല്ല, റബ്ബിന്റെ വലിയിൽപ്പെട്ട ആളല്ല, മറിച്ച് ഔലിയ ഷൈത്താനാണ്, പിശാചിന്റെ വലിയിൽപ്പെട്ടതാണ് എന്ന് ബോധ്യപ്പെടുത്താൻ ഒരാൾക്ക് സാധിക്കുമെങ്കിൽ അങ്ങനെ വേണ്ടി പോകുകയാണെങ്കിൽ അതൊഴികെ എന്ന് പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം. അതല്ല എങ്കിൽ അസുൽ സഹോദരങ്ങളെ, ഒരു രൂപത്തിലും ചാനലുകൾ വഴിയാകട്ടെ, പത്രങ്ങൾ വഴിയാകട്ടെ, ചില മാസികകൾ വഴിയാകട്ടെ, ജ്യോതിഷം പറയുന്ന ചില മാസികകൾ ഉണ്ടാകും. നക്ഷത്ര കണക്കുകൾ നോക്കി ഭാവി പറയുന്ന കാര്യങ്ങൾ ഉണ്ടാകും. നിന്റെ നക്ഷത്രം ഇന്നതാണോ, ഇതാ ഈ മാസത്തിൽ നിനക്ക് ഇന്ന് ചെയ്യാം, ഇന്ന് ചെയ്യാൻ പാടില്ല. അതൊക്കെ വായിക്കുന്ന ആളുകളുണ്ട്. പാടില്ലാത്ത കാര്യമാണ്, ഹറാമായ കാര്യമാണ് എന്ന് മനസ്സിലാക്കണം. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കപ്പെട്ടു, ഇന്ന മിന്നാ റിജാലൻ യഅ്തൂനൽ കുഹാൻ, അല്ലാഹുവിന്റെ റസൂലെ, നമ്മുടെ കൂട്ടത്തിൽ ചില ആളുകൾ ഇത്തരം ജ്യോത്സ്യന്മാരുടെ ആളുകളുടെ അടുക്കിലേക്ക് പോകുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തഅ്തിഹിം, നിങ്ങൾ പോകാൻ പാടില്ല. അവിടുന്ന് വിലക്കിയിരിക്കുകയാണ്, വിലക്കാണ് വന്നിരിക്കുന്നത്. ലാ തഅ്തിഹിം, നിങ്ങൾ ഒരു നിലക്കും പോകാൻ പാടില്ല. ഇമാം മുസ്ലിം റിവായത്ത് ചെയ്ത ഹദീസാണ്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, ഒരു നിലക്കും ജ്യോത്സ്യന്മാരുടെ അടുക്കൽ അല്ലെങ്കിൽ ഈ രൂപത്തിൽ മോഷ്ടിക്കപ്പെട്ട സാധനങ്ങൾ പറഞ്ഞു തരാമെന്ന് പറയുന്ന ആളുകളുടെ അടുക്കൽ പോകാൻ പാടില്ല എന്ന കാര്യം വളരെ ഗൗരവത്തിൽ മനസ്സിലാക്കണം. ഇനി ഈ പോകുന്ന ആളുകളെല്ലാം ഒരേ ദർജയല്ല. നമ്മൾ നേരത്തെ പറഞ്ഞു 40 ദിവസത്തെ നിസ്കാരം നഷ്ടപ്പെടുക എന്നത് മാത്രമല്ല അതിന്റെ ശിക്ഷയായിട്ടുള്ളത്, അത് വ്യത്യസ്ത ദർജയാണ്. അതിലൊന്നാമത്തെ വിഭാഗം ആളുകളെ കുറിച്ച് പണ്ഡിതന്മാർ പറയുന്നത്, ഈ പോകുന്നത് ആരുടെ അടുക്കലാകട്ടെ, സാഹിറന്മാരുടെ അടുക്കലാകട്ടെ, ജ്യോത്സ്യന്മാരുടെ അടുക്കലാകട്ടെ, സിദ്ധന്മാരുടെ അടുക്കലാകട്ടെ, ഇങ്ങനെ കളഞ്ഞുപോയ വസ്തുക്കളൊക്കെ പറയുന്ന നിഗൂഢജ്ഞാനികളാകട്ടെ, ആരുടെ അടുക്കലാകട്ടെ, ഇവരുടെ അടുക്കലൊക്കെ പോകുന്നതിന്റെ ഹുക്കും ഇത് തന്നെയാണ്. ഒന്നാമത്തെ വിഭാഗം അവർ പോകുകയും അവരോട് ചില കാര്യങ്ങൾ ചോദിക്കുകയും അവരെ വിശ്വസിക്കുകയും, എന്നിട്ട് ഈ പോയവന്റെ വിശ്വാസം എന്താണ്, ഇവന് ഗൈബിയായ കാര്യങ്ങൾ അറിയാം, അതേപോലെ ഇവൻ ചില ജിന്നുകളെയും പിശാചുക്കളെയൊക്കെ ഉപയോഗപ്പെടുത്തിയിട്ടാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് എന്ന അറിവ് കൂടി ഉണ്ടായിട്ടാണ് ഒരാൾ പോകുന്നത് എങ്കിൽ അവൻ ചെയ്തിരിക്കുന്നത് കുഫ്റുൻ അക്ബറാണ്. ദീനിൽ നിന്ന് തന്നെ പുറത്തു പോകുന്ന കാര്യമാണ് ചെയ്തിട്ടുള്ളത്. അവൻ ഇസ്ലാമിൽ നിന്ന് തന്നെ പുറത്തു പോകുന്ന കാര്യമാണ് ചെയ്തിട്ടുള്ളത്. ഇത് അറിഞ്ഞുകൊണ്ട് പോകുന്ന എത്ര ആളുകളുണ്ട്. അവർ ജിന്നുമയാണെന്ന് വിളിച്ചിട്ടാണ് അവിടെ പോകുന്നത്. കാരണം അവർക്കറിയാം അവർ പ്രത്യേകം ഒരു ദിവസത്തിന്റെ ഏതോ ഒരു സമയത്ത്, ആഴ്ചയിൽ ഏതോ ഒരു സമയത്ത് പ്രത്യേക സമയത്ത് അവർക്ക് ഇങ്ങനെ ജിന്നിന്റെ ചില കാര്യങ്ങളൊക്കെ കിട്ടും എന്നൊക്കെ അറിഞ്ഞിട്ട് തന്നെ പോകുന്ന ആളുകളുണ്ട്. അങ്ങനെ പോയാൽ ദീനിൽ നിന്ന് തന്നെ പുറത്തു പോകുന്ന ഒരു പോക്കാണത്. അതല്ലാതെ കേവലം 40 ദിവസത്തെ നിസ്കാരം മാത്രമല്ല അവർക്ക് നഷ്ടപ്പെടുക. രണ്ടാമത്തെ വിഭാഗം സഹോദരങ്ങളെ ഈ കൂട്ടത്തിൽ പെടുന്നത്, അവർ പോകുകയും ചോദിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നു. പക്ഷേ അയാൾക്ക് ഗൈബൊന്നും അറിയുകയില്ല, അള്ളാഹുവിന് മാത്രമേ ഗൈബ് അറിയൂ എന്നാണ് ഇവന്റെ വിശ്വാസം. പക്ഷെ അവൻ വിചാരിക്കുന്നത് എന്തോ ഒരു ഇൽഹാമിലൂടെ അള്ളാഹു എന്തോ അവന് നമുക്കറിയാത്ത അറിവൊക്കെ കൊടുക്കുന്നുണ്ട് എന്നാണ് അവൻ വിശ്വസിക്കുന്നത് എങ്കിൽ പണ്ഡിതന്മാർക്കിടയിൽ ഖിലാഫുണ്ട്. ഇത് കുഫ്റുൻ അക്ബർ ആണോ അതല്ല കുഫ്റുൻ അസ്ഗർ ആണോ, ദീനിൽ നിന്ന് പുറത്തു പോകുന്ന കുഫ്റാണോ അല്ല എന്ന് പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. കാരണം ഇവൻ അള്ളാഹുവിന്റെ സിഫത്തിലൊന്നും പങ്കു ചേർത്തിട്ടില്ല. ഗൈബ് അള്ളാഹുവിന് മാത്രമേ അറിയൂ എന്നാണ് വിചാരിക്കുന്നത്. പക്ഷേ ഇങ്ങനെയുള്ള ചില ആളുകൾക്ക് അള്ളാഹു എന്തെങ്കിലുമൊക്കെ അറിയിച്ചു കൊടുത്തിട്ട് നമുക്ക് വാർത്ത കിട്ടും. അതുപോലെ പൈശാചിക പ്രവർത്തനങ്ങളൊന്നും ഇവർക്ക് ഉണ്ട് എന്നുള്ള കാര്യം ഇവർക്ക് അറിയുകയുമില്ല എങ്കിൽ പണ്ഡിതന്മാർ പറയുന്നു ഇവർക്ക് ഖിലാഫുണ്ട്. ചില പണ്ഡിതന്മാർ അവരും കുഫ്റുൻ അക്ബറാണ്, ദീനിൽ നിന്ന് പുറത്തു പോകുന്ന കുഫ്റാണ് ചെയ്തത് എന്നാണ് പറയുന്നത്. എന്നാൽ വേറെ ചില പണ്ഡിതന്മാർ പറഞ്ഞു അവർ കുഫ്റുൻ അസ്ഗറാണ് ചെയ്തത്. എന്തായാലും ഗൗരവമുള്ള കാര്യമാണ്. വലിയ വലിയ വൻപാപങ്ങളെക്കാൾ, മോഷണത്തെക്കാൾ, വ്യഭിചാരത്തെക്കാൾ, അങ്ങനെയുള്ള പലിശയേക്കാൾ, അതിനേക്കാളുമൊക്കെ മുകളിലുള്ള കാര്യമാണ് കുഫ്റുൻ അസ്ഗർ എന്ന് പറയുന്നത്. ഗൗരവമുള്ള കാര്യമാണ് അവരും ചെയ്തിട്ടുള്ളത്. മൂന്നാമത്തെ വിഭാഗം സഹോദരങ്ങളെ, ഇവർ പോകുകയും ചില കാര്യങ്ങളൊക്കെ ചോദിക്കും, പക്ഷെ വിശ്വസിക്കൊന്നുമില്ല, വെറുതെ ചോദിക്കുക. ഇവർക്കറിയാം ഇവരൊരു വസ്തു നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്, അപ്പൊ വെറുതെ അവിടെ പോയിട്ട് അതെവിടെ നിങ്ങൾ പറയാൻ പറ്റുമോ എന്ന് പറയും. ഇവര് ചിലപ്പോൾ അത് പരിഹസിക്കാനായിരിക്കാം, ചിലപ്പോൾ വെറുതെ കളിയാക്കാനായിരിക്കാം, അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കാം പോകുന്നത്. പക്ഷേ അങ്ങനെയുള്ളൊരു പോക്ക് തന്നെ അത് ഹറാമായ കാര്യമാണ്. ഇവനും ഇവന്റെ 40 ദിവസത്തെ നിസ്കാരം ബാത്തിലായി പോകാൻ ഇത് മതിയായതാണ്. ചില ആളുകൾ ഈ കാര്യങ്ങളൊന്നും മനസ്സിലാക്കാതെ, ഗൗരവത്തിൽ മനസ്സിലാക്കാതെ ഇങ്ങനെ ചാനലുകൾ തുറന്നിരിക്കും. ഇങ്ങനെയുള്ള ചാനലുകൾ തുറന്നിരിക്കും. ഒരു ചാനലുകളിലും ഹൈറില്ല, ബാക്കി ചാനലുകളൊക്കെ ഹൈറുണ്ട് എന്നല്ല പറയുന്നത്. ഇങ്ങനെയുള്ള ഇതിന് മാത്രമായിട്ടുള്ള ചാനലുകളുണ്ട്. ആ ചാനലുകൾ അത് തുറന്നിരുന്നിട്ട് അവരുടെ പണി എന്താണ്, ഇത്തരത്തിലുള്ള ആളുകൾ ഇങ്ങനെ വായിക്കുന്നുണ്ടാവും ഓരോ കഥകൾ, ഇങ്ങനെ ഓരോ ഈ ആഴ്ചയുടെ വാരഫലം അല്ലെങ്കിൽ ഈ വർഷത്തിലെ ഇന്ന കാര്യങ്ങൾ. അത് വെറുതെ നമ്മൾ കേൾക്കാം, നമുക്ക് അതിൽ വിശ്വാസമൊന്നുമില്ല, അങ്ങനെ പറഞ്ഞ് കേൾക്കുന്ന ആൾക്കാരുണ്ട്.
അല്ലെങ്കിൽ ചില മാസികകളിൽ, ചില പത്രങ്ങളിൽ, ചില കോളങ്ങളിൽ അങ്ങനെയുള്ള വാരഫലങ്ങളും നക്ഷത്രഫലങ്ങളും ഒക്കെ ഉണ്ടാവും. ഇതിങ്ങനെ വായിക്കുന്ന ആളുകളുണ്ട്. സഹോദരങ്ങൾ, അതിൽ വിശ്വാസമില്ലാതെ തന്നെ അത്തരത്തിലുള്ള കാര്യങ്ങൾ വായിക്കുക, അത്തരത്തിൽ കാര്യങ്ങൾ നിസ്സാരമായി കാണുക, അതൊരു തമാശക്കാണെങ്കിൽ പോലും അത് ഗൗരവമുള്ള കാര്യമാണ്. 40 ദിവസത്തെ നിസ്കാരം നഷ്ടപ്പെടാൻ അത് മതിയാകുന്നതാണ്. കാരണം അധിക റിവായത്തിലും ഫസദ്ദഖഹു എന്ന് വന്നിട്ടില്ല, സത്യപ്പെടുത്തണമെന്ന് വന്നിട്ടില്ല. മൻ അത അറാഫൻ എന്ന് മാത്രമേ വന്നിട്ടുള്ളൂ. ആരെങ്കിലും ഒരു അറാഫിന്റെ അടുക്കലേക്ക് എത്തി, അത്രേ വന്നിട്ടുള്ളൂ, വിശ്വസിക്കണമെന്നില്ല. ഫസാലഹു, ചോദിക്കുകയും ചെയ്താൽ ലം തുഖ്ബൽ ലഹു സലാത്തുൻ 40 യൗമ, 40 ദിവസം നിസ്കാരം അവന് സ്വീകരിക്കപ്പെടുകയില്ല എന്നാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് വളരെ ഗൗരവമുള്ള കാര്യം തന്നെയാണ് അതും. 4ാമത്തെ വിഭാഗം, ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്, അനുവദനീയമായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അവരടുത്ത് ഉള്ള ഫസാദിനെ ആളുകൾക്ക് ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി, അവരെ ബാത്തിൽ നിരർത്ഥകമാണ് എന്ന് ആളുകളെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി ആരെങ്കിലും പോവുകയാണ്. അതിന് കഴിവുള്ള ആളുകൾ, ഇതിനെല്ലാവർക്കും സാധിച്ചോളണമെന്നില്ല. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ല അദ്ദേഹത്തെക്കുറിച്ച് പറയപ്പെട്ടത് കാണാം. അദ്ദേഹം ഇത്തരത്തിലുള്ള നിഗൂഢ ജ്ഞാനവാദികളുടെയും ജ്യോത്സ്യന്മാരുടെയൊക്കെ അടുക്കലേക്ക് എത്തി അദ്ദേഹം പല ചോദ്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു ചോദിച്ച് അവരുടെ നിരർത്ഥകത മനസ്സിലാക്കുകയും അവരെ വഷളാക്കുകയും ചെയ്തതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അവരോട് മുനാദറകൾ നടത്തിയിട്ട്, അവരോട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സംവാദങ്ങൾ നടത്തിയിട്ട് അവരെ പരാജയപ്പെടുത്തിയത് കാണാൻ സാധിക്കും. അപ്പൊ അങ്ങനെ കഴിവുള്ള ഒരാൾ പോയാൽ അതൊഴികെ ബാക്കി പോകുന്ന എല്ലാ ഇനത്തിനും ഒന്നുകിൽ അവന്റെ ദീന് തന്നെ പോകുന്ന കുഫറായിരിക്കും, അല്ലെങ്കിൽ നിസ്കാരം 40 ദിവസം സ്വീകരിക്കപ്പെടാത്ത വലിയ വൻ പാപമായിരിക്കും അവൻ ചെയ്തിരിക്കുക എന്ന കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് വളരെ ഗൗരവമുള്ള കാര്യമാണ് ഇത്തരം ആവശ്യത്തിന് വേണ്ടി ആളുകൾ ഇങ്ങനെ പോകുക എന്നുള്ളത്. എന്നാൽ വളരെ നിസ്സാരമായി കണ്ടുകൊണ്ട് പോകുന്ന എത്രയോ ആളുകളുണ്ട്. അറബിക് ജ്യോത്സ്യം, അറബിക് മാന്ത്രികം എന്ന് പറഞ്ഞ് ചില തങ്ങന്മാരൊക്കെ പേര് വെച്ച് എഴുതിയിട്ടുണ്ടാവും. അവിടെ പോയാലുള്ള പ്രശ്നം എന്താണ്? എന്റെ ഹസ്ബൻഡിന്റെ ഇത്ര പണം നഷ്ടപ്പെട്ടു പോയി, കച്ചവടത്തിൽ ഇങ്ങനെ ഇതായിപ്പോയി, ആ പണം കാണുന്നില്ല, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് അത് കണ്ടെത്തി തരണം. ഇങ്ങനെയുണ്ട്. ചില പോലീസ് ഡിപ്പാർട്ട്മെന്റ് പോലും ഇത്തരത്തിലുള്ള ജ്യോത്സ്യന്മാരെയും ഇങ്ങനെയുള്ള കണക്കന്മാരെയും സഹായികളായി സ്വീകരിക്കുന്നു എന്നതുവരെ അറിയപ്പെട്ട കാര്യമാണ്. ചില ആളുകൾ അത് ഇങ്ങനെയുള്ള ആളുകളുടെ അടുത്ത് പോയി കണ്ടുപിടിക്കുക, അവരുടെ രഹസ്യാന്വേഷണം, അവരുടെ ഡിറ്റക്റ്റീവ് പരിപാടികൾ എളുപ്പാകുന്നതിന് വേണ്ടി പോകുന്ന ആളുകളുണ്ട്. കടുത്ത കുഫറാണ് ചെയ്യുന്നത് എന്ന കാര്യം അവർ അറിയുന്നില്ല, അവർ മനസ്സിലാക്കുന്നില്ല എന്ന കാര്യം മനസ്സിലാക്കുക. വഅൻ ഇമ്രാൻ ബിൻ ഹുസൈൻ മർഫൂഅൻ, അടുത്തതായി ഹദീസ് ഇമ്രാൻ ബിൻ ഹുസൈൻ ഉദ്ധരിക്കുന്ന ഹദീസാണ്. അദ്ദേഹം പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി, ليس منا من تطير أو تطير له أو تكهن أو تكهن له أو سحر أو سحر له ومن أتى كاهنا فصدقه بما يقول فقد كفر بما أنزل على محمد صلى الله عليه وسلم رواه البزار بإسناد جيد എന്നാണ് പറയുന്നത്. ഇമാം അൽ ബസ്സാർ അദ്ദേഹത്തിന്റെ മുസ്നദിൽ ഉദ്ധരിച്ചിട്ടുള്ളതാണ്. വേറെയും ഒരുപാട് പണ്ഡിതന്മാർ ഉദ്ധരിച്ചിട്ടുണ്ട്. ഇത് സഹീഹായ സനദുള്ളതാണ് എന്ന് ഷെയ്ഖ് അൽബാനി റഹിമഹുല്ല, അതേപോലെ ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുല്ല ഒക്കെ പറഞ്ഞിട്ടുള്ള ഹദീസാണ്. എന്താണ് പറയുന്നത്? വൻ ഇമ്രാൻ ബിൻ ഹുസൈൻ മർഫൂഅൻ എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് ചേർത്തി പറഞ്ഞതായി പറയുന്നു. ഇവിടെ പറയുന്നു ലൈസ മിന്ന, നമ്മിൽപ്പെട്ടവനല്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാർഗത്തിൽ, അവിടുത്തെ സുന്നത്തിൽ, അവിടുത്തെ വഴിയിൽപ്പെട്ടവനല്ല. ആരെ കുറിച്ചിട്ടൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്? മൻ തതയ്യറ ഔ തുതയ്യറ ലഹു, ആരെങ്കിലും തതയ്യർ എന്ന് പറഞ്ഞാൽ ഇത്തരത്തിലുള്ള പക്ഷിനോട്ടം അല്ലെങ്കിൽ ശകുനപ്പിഴ, അത് പല രൂപത്തിൽ തതയ്യർ, തയ്യറുമായി ബന്ധപ്പെട്ട് പറയാൻ ജാഹിലിയ കാലഘട്ടത്തിലൊക്കെ പക്ഷിയാണ് ഉപയോഗിച്ചിരുന്നത്. അടുത്ത അധ്യായം ഇതുമായി ബന്ധപ്പെട്ട, അടുത്തതിന്റെ അപ്പുറത്തെ അധ്യായം ഇതുമായി ബന്ധപ്പെട്ടതാണ് അവിടെ കൂടുതൽ വിശദീകരിക്കാം. അത് പക്ഷി വലത്തോട്ട് പറഞ്ഞാൽ അവർ യാത്ര മുന്നോട്ട് പോകും, അതല്ല അടുത്തോട്ട് പറഞ്ഞാൽ അവർ യാത്ര ഒഴിവാക്കും. ഇങ്ങനെ പക്ഷിയുമായി ബന്ധപ്പെട്ട് കേവലം പക്ഷി മാത്രമല്ല, ചില സ്ഥലങ്ങളിൽ ഏതെങ്കിലുമൊക്കെ ഒരു തത്തയെ കൊണ്ട് ഇങ്ങനെയുള്ള കാർഡുകൾ എടുപ്പിക്കുക, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യുക. ശകുനം നോക്കാൻ വേണ്ടി ചില കാര്യങ്ങളാണ്, കോലുകളായിരിക്കും, എന്തുമാകട്ടെ. ഇങ്ങനെ ശകുനം നോക്കുകയും ശകുനം നോക്കിക്കുകയും ചെയ്യുക. അത് നോക്കുന്നവനും ശരി, വേറൊരാൾ ആവശ്യപ്പെട്ടു, ഞാൻ നോക്കുന്നില്ല, ഇവൻ എനിക്ക് വേണ്ടി ഒന്ന് നോക്കണമെന്ന് പറയലാണ്. രണ്ടുപേരും ഒരുപോലെയാണ്. കാരണം ഇവൻ പറഞ്ഞുകൊണ്ടാണ് അവൻ നോക്കുന്നത്. അപ്പൊ രണ്ടുപേരും കുറ്റത്തിൽ ഒരുപോലെയാണ്. അതേപോലെ ഔ തക്കഹന ഔ തുക്കുഹിന ലഹു, ജ്യോത്സ്യപ്പണി എടുക്കുന്നു, അല്ലെങ്കിൽ ജ്യോത്സ്യപ്പണി ആർക്ക് വേണ്ടിയാണോ എടുക്കുന്നത് അവനും. ഇവനാണ് പോയി എനിക്ക് ഇന്ന കാര്യങ്ങളൊക്കെ നോക്കണം, എന്റെ ഭാവി അറിയണമെന്ന് പറയുന്നത്. പറയുന്നവൻ ചെയ്യുന്നവൻ രണ്ടുപേരും, അവരുടെ രണ്ടുപേരുടെയും അവസ്ഥ ഒരേപോലെ തന്നെയാണ്. എന്നിട്ട് പറയുന്നു ഇവരാരും നമ്മിൽപ്പെട്ടവനല്ല. ഔ സഹറ ഔ സുഹറ ലഹു, അല്ലെങ്കിൽ സിഹർ ചെയ്യുന്നവൻ, അല്ലെങ്കിൽ ആർക്ക് വേണ്ടിയിട്ടാണോ സിഹർ ചെയ്യുന്നത് അവൻ.
സിഹർ ചെയ്യുന്ന സാഹിർ, അവന്റെ കാര്യം വ്യക്തമാണ്, കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ പറഞ്ഞതാണ്. അല്ലെങ്കിൽ സിഹർ, ഒന്നുകിൽ ആ സിഹർ ഒഴിവാക്കി തരാൻ ആവശ്യപ്പെടുന്നവൻ, അല്ലെങ്കിൽ മറ്റൊരാൾ ഉപദ്രവിക്കാൻ സിഹർ ചെയ്യണമെന്ന് ആവശ്യപ്പെടുന്നവൻ, ഇവരെല്ലാവരെയും കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ലൈസ മിന്നാ, നമ്മിൽപ്പെട്ടവനല്ല എന്ന് പറഞ്ഞു. എന്നിട്ട് നേരത്തെ പറഞ്ഞ ഹദീസിന്റെ ഭാഗവും വമൻ അതാ കാഹിനൻ ഫസദ്ദഖഹു ബിമാ യഖൂൽ ഫഖദ് കഫറ ബിമാ ഉൻസില അലാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആരെങ്കിലും ഒരു ജ്യോത്സ്യന്റെ അടുക്കലേക്ക് എത്തുകയും അയാൾ പറയുന്നത് സത്യപ്പെടുത്തുകയും ചെയ്താൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇറങ്ങിയതിൽ അവൻ അവിശ്വസിച്ചിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. ആ ഭാഗം നമ്മൾ നേരത്തെ വിശദീകരിച്ചിട്ടുള്ള കാര്യമാണ്. ഇതിനുശേഷം ഇത് ഉദ്ധരിച്ച മറ്റ് ചില മുഹദ്ദിസുകളെ കുറിച്ചിട്ടുള്ള വിവരം കൂടി അദ്ദേഹം പറയുകയാണ്. വറവാഹു തബറാനി ബി ഇസ്നാദിൻ ഹസനിൻ മിൻ ഹദീസ് ഇബ്നു അബ്ബാസ് ദൂന ഖൗലിഹി വമൻ അതാ ഇലാ ആഖിരിഹി. നമ്മൾ ഇപ്പോൾ വായിച്ച ലൈസ മിന്ന മൻ തതയ്യറ ഔ തുതയ്യറ ലഹു എന്ന് തുടങ്ങി വമൻ അതാ അറാഫൻ എന്നുള്ള ഭാഗം ഇല്ലാതെ ബാക്കിയുള്ളവ ഇമാം തബറാനി ഹസനായ സനദോടുകൂടി ഇബ്നു അബ്ബാസിൽ നിന്നും ഉദ്ധരിച്ചിട്ടുണ്ട്. അഥവാ ഇതൊക്കെ ധാരാളം ഹദീസുകൾ വന്നിട്ടുണ്ട് എന്നർത്ഥം. അതിനുശേഷം ചില മുൻഗാമികൾ അറാഫിനെ കുറിച്ച്, ആരാണ് അറാഫ്, ആരാണ് കാഹിൻ എന്നൊക്കെ ചില നിർവചനങ്ങൾ പറഞ്ഞതുകൂടി അദ്ദേഹം എടുത്തു കൊടുക്കുകയാണ്. ഖാല അൽ ബഗവി റഹിമഹുല്ലാ, ഇമാം ബഗവി റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞു അൽ അറാഫു അല്ലദി യദ്ദഇ മഅരിഫത്തൽ ഉമൂർ ബിമുഖദ്ദിമാത്തിൻ യുസ്തദല്ലു ബിഹാ അലൽ മസ്റൂഖ് വമകാനി ദ്ദാല്ല വനഹ്വി ദാലിക്. അറാഫ് എന്ന് പറയുന്നത് അഥവാ ഭാവിയിൽ കളഞ്ഞുപോയ വസ്തുക്കളൊക്കെ കണ്ടെത്തുക, അത് ഇവന്റെ ചില പ്രത്യേക നിഗൂഢ ജ്ഞാനമുണ്ടെന്നൊക്കെ വാദിച്ചിട്ട് കളഞ്ഞുപോയ വസ്തുക്കൾ, നഷ്ടപ്പെട്ടു പോയ, മോഷ്ടിക്കപ്പെട്ടു പോയ വസ്തുക്കൾ, ഇതെല്ലാം കണ്ടെത്തുന്നവനാണ് അറാഫ് എന്ന് പറയുന്നത്. എന്നിട്ട് പറയുന്നു വഖീല ഹുവൽ കാഹിൻ, കാഹിനാണിത്. അഥവാ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആരാണ് കാഹിൻ, ആരാണ് അറാഫ് എന്നുള്ളതിൽ ചില അഭിപ്രായങ്ങളുണ്ട്. അപ്പൊ കാഹിനാണത് എന്നും അതിനെ പറയപ്പെട്ടിട്ടുണ്ട്. വൽ കാഹിൻ, കാഹിനെ കുറിച്ച് വേറൊരു അഭിപ്രായം ഹുവല്ലദി യുഖ്ബിറു അനിൽ മുഗയ്യബാത്തി ഫിൽ മുസ്തഖ്ബിൽ, ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ച് പറയുന്നവനാണ് കാഹിൻ, ജ്യോത്സ്യൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. വക്കീൽ അല്ലദി യുഖ്ബിറു അമ്മാ ഫിൽ ളമീർ, നമ്മുടെ മനസ്സിൽ ഒളിപ്പിച്ച കാര്യങ്ങളൊക്കെ പറയുന്നവനാണ് ജ്യോത്സ്യൻ എന്നും പറയപ്പെട്ടിട്ടുണ്ട് എന്നാണ് ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. ഇമാം ബഗവി റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ ശറഹു സുന്നയിലൊക്കെ ഉദ്ധരിച്ച ഈ ഭാഗമാണ് ശൈഖുൽ ഇസ്ലാം മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ അദ്ദേഹം ഇതിലെടുത്ത് ഉദ്ധരിച്ചത് എന്ന് കാണാൻ സാധിക്കും. അതിനുശേഷം വഖാല അബുൽ അബ്ബാസ് തഖിയുദ്ദീൻ ഇബ്നു തൈമിയ റഹിമഹുല്ലാ, ഇബ്നു തൈമിയ റഹിമഹുല്ലാ പറഞ്ഞു അൽ അറാഫ്, അറാഫ് എന്ന് പറഞ്ഞാൽ ആരാണ് യഥാർത്ഥത്തിൽ അത് ഇസ്മുൽ ലിൽ കാഹിൻ, ജ്യോത്സ്യന്റെ ഒരു പേരാണ്. വൽ മുനജ്ജിം, അതേപോലെ തന്നെ ഇങ്ങനെയുള്ള അദൃശ്യജ്ഞാനങ്ങളൊക്കെ വാദിക്കുന്ന മുനജ്ജിനുകളുണ്ട്, അവരാണ് നിഗൂഢജ്ഞാനം അല്ലെങ്കിൽ ജ്യോതിഷി എന്നൊക്കെ പറയുന്നത്. വറമ്മാൽ, അതൊക്കെ ഏകദേശം നിഗൂഢജ്ഞാനം വാദിക്കുന്ന ആളുകളാണ്. വനഹ്വിഹിം, ഇങ്ങനെയുള്ള ആളുകളെ കുറിച്ചിട്ടൊക്കെയാണ് അറാഫ് എന്ന് പറയുന്നത്. മിമ്മൻ യതകല്ലമു ഫീ മഅരിഫത്തി ഹാദിഹിൽ ഉമൂർ ബിഹാദിഹി അത്തുറുഖ്, അപ്രകാരം പ്രവർത്തിക്കുന്ന അഥവാ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, ഭാവി കാര്യങ്ങളൊക്കെ പ്രവചിക്കുന്ന ആളുകളെ കുറിച്ചിട്ടാണ്, ഇങ്ങനെയുള്ള വഴികൾ ഉപയോഗിച്ച് പറയുന്ന ആളുകളെ കുറിച്ചിട്ടാണ് ഈ ആളുകളുടെ പേര് എന്ന് പറയുക. വഖാല ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു ഫീ ഖൗമിൻ യക്തുബൂന അബാജാദ്, ചില കാര്യങ്ങൾ, അബാജാദ് എന്ന് പറഞ്ഞാൽ ചില അറബി അക്ഷരങ്ങൾ കൂട്ടിയെഴുതിയാണ്. അബ്ജദ്, ഹൗവസ്, ഹത്തി എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ചില വാക്കുകൾ എഴുതും. നമ്മളിന്ന് കാണാൻ പറ്റും ഇങ്ങനെയുള്ള സിഹർ ചെയ്യുന്ന ഇസ്മിന്റെ പണി എന്നൊക്കെ പറഞ്ഞെടുക്കുന്ന ആളുകൾ ഇങ്ങനെയുള്ള ചില അറബി അക്ഷരങ്ങൾ എഴുതിയിട്ടുണ്ട്. ഇതൊക്കെയാണ് എഴുതിയിരിക്കുക. ഈ വാക്കുകളൊക്കെ ചിലത് എഴുതും. ഇതൊക്കെയാണ് അവർ എവിടെയെങ്കിലൊക്കെ കുഴിച്ചിടുക അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പണിക്ക് വേണ്ടി ഉപയോഗിക്കുക. ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആളുകൾ വയൻദുറൂന ഫിൻ നുജൂം, അതേപോലെ ജ്യോതിഷ്യം നോക്കുകയും ചെയ്യുന്ന ആളുകൾ, അദ്ദേഹം പറയുകയാണ് മാ അറാ മൻ ഫഅല ദാലിക ലഹു ഇൻദല്ലാഹി മിൻ ഖലാ, ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്ന പ്രവർത്തിക്കുന്ന ആളുകൾക്ക് അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ യാതൊരു വിഹിതവും ഉണ്ടാകുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നില്ല, ഞാൻ കാണുന്നില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അഥവാ അവരുടെ മസീർ, അവരുടെ പര്യവസാനം അത് നരകമായിരിക്കും എന്നാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ പറഞ്ഞിട്ടുള്ളത്. വളരെ ഗൗരവമുള്ള കാര്യമാണ് സഹോദരങ്ങളെ. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അത് കരുതിയിരിക്കുക. ഒരവസരത്തിലും നമുക്ക് എന്തെങ്കിലുമൊക്കെ കളഞ്ഞുപോയാൽ, എന്തെങ്കിലുമൊക്കെ വസ്തുക്കൾ നഷ്ടപ്പെട്ടു പോയാൽ, നമ്മുടെ ഭാവിയിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുമെന്ന് ഭയപ്പെട്ടാൽ അള്ളാഹുവിനോടല്ലാതെ ഒരവസരത്തിലും നമ്മൾ മറ്റൊരാളെ ഇതിനു വേണ്ടി സമീപിക്കാൻ പാടില്ല. ചില സമയത്ത് നമ്മുടെ ദീനിൽ നിന്ന് തന്നെ തെറിച്ചു പോകുന്ന വളരെ ഗൗരവമുള്ള കാര്യമാണ് എന്ന് മനസ്സിലാക്കാം. അതിനുശേഷം അടുത്ത അധ്യായം സഹോദരങ്ങളെ ബാബു മാ ജാഅ ഫിൻ നുഷ്റ, നുഷ്റയുടെ വിഷയത്തിൽ വന്ന അധ്യായം എന്നാണ് വന്നിട്ടുള്ളത്. എന്താണ് നുഷ്റ എന്ന് പറയുന്നത്? നുഷ്റ എന്ന് പറഞ്ഞാൽ അത് സിഹർ ഒഴിപ്പിക്കാനുള്ള ഒരു തരത്തിലുള്ള ചികിത്സക്കാണ് നുഷ്റ എന്ന് പറയുന്നത്. സിഹറുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളൊക്കെ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. സിഹറിന്റെ ഉപദ്രവത്തെക്കുറിച്ചൊക്കെ നമ്മൾ നേരത്തെയുള്ള അധ്യായത്തിൽ സംസാരിച്ചിട്ടുണ്ട്.
ആളുകളിൽ ധാരാളം ആളുകൾ അവർക്ക് ഇങ്ങനെയുള്ള സിഹറോ അല്ലെങ്കിൽ കണ്ണേറോ ഇങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ രോഗങ്ങൾ വന്നു, ഡോക്ടറെ അടുത്തൊന്നും പോയി ശരിയാകുന്നില്ല. അപ്പൊ പിന്നെ അടുത്ത പറഞ്ഞു കൊടുക്കുകയാണ്, ഇന്ന ഉസ്താദിന്റെ അടുത്ത് പോയാൽ മതി, ഇന്ന മൊയിലാരുടെ അടുത്ത് പോയാൽ മതി, ഇനി അതിന്റെ അപ്പുറത്തും വിട്ട് വേറെ പണിക്കരുണ്ട് അയാളുടെ അടുത്ത് പോയാൽ മതി. ഇനി ചില ഇത്തരത്തിലുള്ള മുസ്ലിയാന്മാരാണെങ്കിൽ അവര് അവിടുന്ന് അങ്ങോട്ട് റഫർ ചെയ്യുക വേറെ പണിക്കരായിരിക്കും, ഇയാളുടെ അടുത്ത് പോകും, ഇതിന് അവരാണ് വേണ്ടത് എന്നാണ് അവർ പറയുന്നത്. നോക്കിയപ്പോൾ അവരാണിത് ചെയ്യേണ്ടത്. അത്തരത്തിലുള്ള പൈശാചിക പ്രവർത്തനങ്ങൾ തമ്മിൽ ബന്ധമുണ്ടെന്ന് അറിയിക്കുന്ന കാര്യങ്ങളാണത്. അങ്ങനെ പോകുന്നത് കാണാൻ സാധിക്കും. ഒരാൾക്ക് സിഹറേറ്റു, അപ്പൊ സിഹറേറ്റാൽ ഇത്തരത്തിലുള്ള പൈശാചിക പ്രവർത്തനങ്ങളിലൂടെ ആ സിഹറിനെ ഒഴിപ്പിക്കാൻ വേണ്ടി ആളുകളുടെ അടുക്കലേക്ക് പോകും. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അതിലേതാണ്, സിഹർ ഒരാൾക്ക് ബാധിച്ചാൽ ഏത് രീതിയിൽ ചെയ്യലാണ് അനുവദനീയം, ഏത് രീതിയിൽ ചെയ്യാൻ അത് ഹറാമാണ്, ഷിർക്കാണ് എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം തൊട്ടുടനെ തന്നെ ഈ അധ്യായം കൊടുത്തിട്ടുള്ളത്. നുഷറ എന്ന് പറഞ്ഞാൽ വാക്കിന്റെ അർത്ഥം സഹോദരങ്ങളെ അത് നിവർത്തുക എന്നാണ്. നഷറ എന്നുള്ള വാക്കിന് നിവർത്തുക എന്നുള്ള അർത്ഥമുണ്ട്. ഇപ്പൊ ഒരു കാര്യമായ ഇപ്പൊ ഒരു പേപ്പർ ചുരുട്ടി അതിനെ നിവർത്തുക എന്ന് പറഞ്ഞാൽ അത് നഷറ എന്നുള്ള വാക്കിന്റെ അർത്ഥം അങ്ങനെ പറയും. വേറൊരു അർത്ഥം എന്ന് പറയുന്നത് അത് അൽ കശ്ഫു വൽ ഇസാല, ഒരു കാര്യത്തിന് എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങൾ ഉണ്ടെങ്കിൽ അത് ദൂരീകരിക്കുക, നീക്കിക്കളയുക അല്ലെങ്കിൽ പ്രകടമാക്കുക എന്നൊക്കെ അർത്ഥം അതിനുണ്ട്. ഇത് രണ്ടും ഇത് സിഹറിന്റെ വിഷയത്തിലൊക്കെ നമുക്ക് ബാധകമായ കാര്യമാണ്. ഒരു പ്രയാസമാണ്, അതിനെ ഇല്ലാതാക്കുക, നീക്കിക്കളയുക എന്നതൊക്കെയാണ് നുഷ്റ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ ബാബു മാ ജാ ഫി നുഷ്റ എന്നേ കൊടുത്തിട്ടുള്ളൂ, അല്ലാതെ ഷിർക്കുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല. കാരണം ഇതിൽ ഷിർക്കുള്ളതും ഇല്ലാത്തതുമുണ്ട്. സിഹർ വന്നാൽ അത് ഷിർക്കോടുകൂടി ചികിത്സിച്ചു മാറ്റുന്ന കാര്യവുമുണ്ട്, അതല്ലാത്ത രൂപത്തിൽ ജായിസായ അനുവദനീയമായ രൂപത്തിൽ മാറ്റുന്നതുമുണ്ട്. അപ്പൊ അത് രണ്ടും ബന്ധപ്പെട്ടിട്ടുള്ള അസറുകളും ഹദീസുകളും ഒക്കെയാണ് അദ്ദേഹം ഈ അധ്യായത്തിൽ കൊടുത്തിട്ടുള്ളത്. അൻ ജാബിർ റളിയല്ലാഹു അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുഇല അനിൻ നുഷ്റ. ജാബിർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നതാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരിക്കൽ നുഷ്റയെ കുറിച്ച്, ഇത്തരത്തിലുള്ള സിഹർ ബാധിച്ചാൽ അതിൽ നിന്നുള്ള ചികിത്സ, അതിനെക്കുറിച്ച് ചോദിക്കപ്പെട്ടു. അവിടുന്ന് പറഞ്ഞു, ഹിയ മിൻ അമലി ശൈത്താൻ, ഇത് പിശാചിന്റെ പ്രവർത്തനത്തിൽപ്പെട്ടതാണ്. റവാഹു അഹ്മദ് ബിസനദിൻ ജയ്യിദ് അബൂ ദാവൂദ്. ഇമാം അഹ്മദും അബൂ ദാവൂദും ഒക്കെ ഉദ്ധരിച്ചിട്ടുള്ള, ഷെയ്ഖ് അൽബാനി ഇബ്നു ബാസ് റഹിമഹുമുല്ലാ ഒക്കെ ഹസനാണ് എന്ന് പറഞ്ഞിട്ടുള്ള ഹദീസാണ്, സ്വഹീഹായ ഹദീസാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. എന്താണ് അവിടെ ചോദിക്കുന്നത്? അനി നുഷ്റ, ഈ നുഷ്റയെ കുറിച്ച്, സിഹർ കൊണ്ടുള്ള ഈ ചികിത്സയെ കുറിച്ചിട്ടാണ് ചോദിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ വ്യക്തമായിട്ട് തന്നെ പറഞ്ഞു, ഹിയ മിൻ അമലി ശൈത്താൻ, ഇത് പിശാചിന്റെ പ്രവർത്തനമാണ്. അഥവാ ഒരാൾക്ക് സിഹർ ബാധിച്ചു, സിഹർ നമുക്കറിയാം, നമ്മൾ പഠിച്ചതാണ്, പൈശാചിക പ്രവർത്തനത്തിലൂടെയാണ് ഒരാൾക്ക് സിഹർ ബാധിക്കുന്നത്, മാരണം ബാധിക്കുന്നത്. അപ്പൊ ഇത് ബാധിച്ചാൽ അയാളിൽ നിന്നും അത് ഒഴിപ്പിക്കാനായി ഇയാൾ പോകുന്ന ആൾ അതെങ്ങനെയാണ് ഒഴിപ്പിക്കുന്നത്? അതേപോലെയുള്ള പൈശാചിക പ്രവർത്തനത്തിലൂടെ ആ പൈശാചിനോട് സഹായം തേടിയിട്ട് പൈശാചിന് വേണ്ട ചില കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തിട്ട് അങ്ങനെയാണ് സിഹർ ഇറക്കുന്നത്. ഇങ്ങനെ ചെയ്യുന്ന എത്രയോ മുസ്ലിയാക്കന്മാരുണ്ട്. ഇവർ ചില മസ്ജിദുകളിൽ ഇമാമുമാരാണ്, ചിലയിടങ്ങളിൽ ഖത്തീബുമാരാണ്, ചിലയിടങ്ങളിൽ ഖാദിമാരാണ്. എന്നിട്ട് അഭിമാനത്തോടുകൂടി ഇങ്ങനെ ചികിത്സ ചെയ്യുന്നവരാണ്, ഇസ്മിന്റെ പണിയെടുക്കുന്നവരാണ് എന്ന് വരെ അറിയപ്പെടുന്നവരാണ്. ഇവർ ഖുർആൻ ഓതിയിട്ടല്ല ആളുകളെ റുഖ്യ ചെയ്യുന്നത് അല്ലെങ്കിൽ ചികിത്സിക്കുന്നത്, മറിച്ച് ഇത്തരത്തിൽ സിഹർ ബാധിച്ചാൽ ഇവരും ഇതേപോലുള്ള ചില കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ. ഞാനൊരു മുട്ടയിൽ ഇന്ന കാര്യം തരാം, അത് ഇന്ന ആളാണ് നിനക്ക് സിഹർ ചെയ്ത് അവിടെ കൊണ്ടുവച്ചാൽ നിന്റെ കാര്യം ശരിയാകും. അല്ലെങ്കിൽ ഇവൻ പറയും, ഇതാ നിന്റെ വീട്ടിന്റെ ഇന്ന സ്ഥലത്ത് ഒരു മുട്ട ഇന്നയാൾ വെച്ചിട്ടുണ്ട്, അത് നീ എടുത്ത് നശിപ്പിച്ചാൽ മതി എന്നാണ് പറയുന്നത്. എവിടുന്നാണ് ഇയാൾക്ക് വിവരം കിട്ടിയത്? വളരെ കൃത്യമായി പറയും. നമ്മൾ അതിശയിച്ചു പോകും. ഇത് അറിയാത്ത ചില ആളുകൾ ഇത് പാടെ നിഷേധിക്കുന്നത് കാണാം. അങ്ങനെയൊന്നും സംഭവിക്കുകയില്ല. സംഭവിക്കും. പൈശാചിക സഹായത്തോടുകൂടി ഇത്തരക്കാരായ ആളുകൾക്ക് പറഞ്ഞു തരാൻ പറ്റും. അവർ കൃത്യമായി പറയും, നിങ്ങളുടെ ഇന്ന മുൻഭാഗത്ത് ഇന്റർലോക്കിന്റെ ഇടത്തെ ഭാഗത്ത് നിങ്ങളത് മൂന്നാമത്തെ കട്ട നീക്കിയാൽ നിങ്ങൾക്ക് ഈ വസ്തു കിട്ടും. പോയി നോക്കിയാൽ അത് കിട്ടുകയും ചെയ്യും. ഇതിവർക്ക് പൈശാചിക പ്രവർത്തനങ്ങളിൽ നിന്നൂടെ കിട്ടുന്നതാണ്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, വദാലിക മിൻ അമലി ശൈത്താൻ, പൈശാചിക പ്രവർത്തനങ്ങളിൽപ്പെട്ടതാണ് ഇത്തരത്തിൽ സിഹറിന്റെ കാര്യങ്ങൾ ഒഴിപ്പിക്കുക എന്നുള്ളത്. എന്തിനാണ് ഇവർക്ക് ഈ കാര്യങ്ങളിലൂടെ പിശാച് അങ്ങനെ ഒഴിപ്പിക്കുന്ന സമയത്ത് ഒഴിഞ്ഞു കൊടുക്കുന്നത്? കാരണം ഇയാളുടെ വിശ്വാസം ശിർക്കൻ വിശ്വാസമായി തീർന്നു. അതുവരെ തൗഹീദിലുണ്ടായിരുന്ന എത്രയോ ആളുകൾ അവർക്ക് ഡോക്ടറെ അടുത്തൊന്നും കാണിച്ചിട്ട് മാറുന്നേ ഇല്ല. അപ്പൊ ഒരാൾ പറയുന്നത് വെറുതെ നിങ്ങൾ വിശ്വസിക്കൊന്നും വേണ്ട, വേറൊന്നും വേണ്ട, ഇന്നൊരു ആളെടുത്ത് പോയാൽ മതി, ഇന്ന ഡോക്ടറെ അടുത്ത് പോയാൽ മതി, അല്ല ഇന്നൊരു തങ്ങളെടുത്ത് പോയാൽ മതി, ഉസ്താദിന്റെ അടുത്ത് പറഞ്ഞാൽ മതി, നമ്മൾ വേറൊന്നുമില്ലല്ലോ, നമ്മളെ പോയി എന്താ ചോദിക്കുന്നു, അങ്ങനെ ചോദിക്കും. അപ്പൊ അയാൾ പറയും ഇങ്ങനെ കാര്യം ചെയ്യും, അത് ചെയ്യും. അപ്പൊ ഇവർക്ക് മാറും. അപ്പൊ ഇവർക്ക് വിശ്വാസമായി, ശരിയാണ്, ഇത് ശരി, ഇവർ പറയുന്നത് ശരിയാണ്, ഇയാൾ പറയുന്നത് ശരിയാണ്.
അങ്ങനെ പിശാചിന്റെ പ്രവർത്തനങ്ങളിലേക്ക് പടിപടിയായി നമ്മളെ കൊണ്ടുപോവുകയാണത്. പിന്നീട് നമുക്ക് എന്ത് പ്രയാസങ്ങൾ വന്നാലും ഇതിലാണ് അവലംബം. അങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. അതുകൊണ്ട് മനസ്സിലാക്കുക സഹോദരങ്ങൾ, ഏതൊരു പ്രയാസം വന്നാലും അതിന്റെ മാർഗവും ലക്ഷ്യവും നന്നായിരിക്കണം. അല്ലാതെ രോഗം മാറുക എന്നുള്ളത് മാത്രമല്ല നമ്മുടെ ലക്ഷ്യം. ചില ആളുകൾ അങ്ങനെ വിചാരിക്കുക, എങ്ങനെയെങ്കിലൊക്കെ ഇത് മാറിക്കിട്ടിയാൽ മതി, എന്തു വയ്യാലും സാരില്ല എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട്. കുഫർ ചെയ്തിട്ടായാലും സാരില്ല, ഞാൻ ഈ രോഗമൊന്ന് മാറിക്കിട്ടിയാൽ മതി എന്നാണ് യഥാർത്ഥത്തിൽ അവർ പറയുന്നത്. ഒരിക്കലും തന്നെ ചെയ്യാൻ പാടില്ല. അത് പൈശാചിക പ്രവർത്തനമാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അടുത്തതായി കൊടുത്തത് ഒരു ഇമാം അഹ്മദിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. സുഇല അഹ്മദു അൻഹ, അഹ്മദിനോട് അൻഹ അത് അനി നുഷ്റയെ കുറിച്ച് ചോദിക്കപ്പെട്ടു. ഫഖാല, അദ്ദേഹം പറഞ്ഞു, ഇബ്നു മസ്ഊദിൻ യക്റഹു ഹാദാ കുല്ല. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അതിനെ വെറുക്കുന്നുണ്ട്, അതിന്റെ എല്ലാ ഇനങ്ങളും വെറുക്കുന്നുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇത് അബൂദാവൂദാണ് റഹിമഹുല്ല ഇത് ഉദ്ധരിക്കുന്നത്. ഇമാം അബൂദാവൂദ് റഹിമഹുല്ല ഇമാം അഹ്മദിനോട് ധാരാളം ഇത്തരത്തിലുള്ള ചോദ്യങ്ങളുണ്ട്. സുആലാത്തുൽ ഇമാമി അബൂദാവൂദ് എന്ന് ഇമാമി അഹ്മദ് എന്ന് പറഞ്ഞ് ചില ഗ്രന്ഥങ്ങളുണ്ട്. അതിൽ അബൂദാവൂദ് ഇമാം അഹ്മദിനോട് ചോദിച്ച ധാരാളം ചോദ്യങ്ങളുണ്ട്. അപ്പൊ അതിൽപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടാണ് ഇത് കൊടുത്തത്. എന്നാൽ ഷെയ്ഖ് സുലൈമാൻ റുഹൈലി ഹഫിളഹുല്ലാ അദ്ദേഹം പറയുന്നു, അതിൽ ഇത് കണ്ടിട്ടില്ല. പക്ഷേ ഇത് ഇതേപോലെ തന്നെ മറ്റു ചില ഗ്രന്ഥങ്ങളിൽ റിവായത്ത് ചെയ്ത് വന്നിട്ടുണ്ട്. മാത്രവുമല്ല ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് അദ്ദേഹത്തിന്റെ ശിഷ്യനായ ഇബ്രാഹിം അന്നഖായി അദ്ദേഹം പറഞ്ഞതായി കാണാം, കാനു യഖ്റഊന അത്തമാഇം വറുഖ വന്നുശർ. ഇബ്നു മസ്ഊദും കൂട്ടരും അദ്ദേഹത്തിന്റെ സഹാബത്ത്, അദ്ദേഹത്തിന്റെ ഒപ്പം ഇൽമു പഠിക്കുന്ന വിദ്യാർത്ഥികളും എല്ലാവരും തന്നെ തമീമത്ത്, ഏലസും അതേപോലെയുള്ള റുഖ, ഷിർക്കൻ റുഖിയകളാണ് ഉദ്ദേശിക്കുന്നത്. അതേപോലെ നുഷർ, ഇത്തരത്തിലുള്ള നുഷറ, ഇതിനെല്ലാം അവർ വെറുത്തിരുന്നു എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് സലഫുകൾ യക്റഹൂൻ, കറാഹ എന്ന വാക്ക് ഉപയോഗിച്ചാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹറാമാണ്. ആദ്യ കാലഘട്ടത്തിൽ സഹാബത്ത് കരിഹ എന്ന വാക്ക് ഉദ്ദേശിക്കുന്നത് പിൽക്കാലക്കാരായ സാങ്കേതിക പദത്തിന് ഉദ്ദേശിച്ച കറാഹത്തല്ല. അത് പിൽക്കാലത്ത് ഫുഖഹാക്കൾ കറാഹത്ത് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ചെയ്താൽ കുറ്റമില്ലാത്ത എന്നാൽ ഒഴിവാക്കിയാൽ കൂലി കിട്ടുന്ന കാര്യമാണ്. എന്നാൽ ആദ്യ കാലഘട്ടക്കാർ കറാഹത്ത് എന്ന് പറയുന്നത് പിൽക്കാലത്ത് പറയുന്ന ഹറാമിനെ തന്നെയാണ്. അഥവാ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഒക്കെ അത് ഹറാമായി കണ്ടിരുന്നു എന്നതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ പണ്ഡിതന്മാർ പറഞ്ഞു, അദ്ദേഹം ഹറാമായി കണ്ട നുഷ്റ എന്ന് പറഞ്ഞാൽ പൈശാചിക പ്രവർത്തനത്തിലൂടെ ചെയ്യുന്ന നുഷ്റയാണ്. അതല്ലാതെ ഖുർആൻ കൊണ്ട് ഉള്ള നുഷ്റ, ഖുർആൻ കൊണ്ട് അനുവദനീയമായ ചികിത്സ അത് വേറെയുണ്ട്. കാരണം ഇവർ തന്നെ അത് അനുവദിക്കുന്നതായിട്ട് നമുക്ക് മറ്റു ചില സ്ഥലത്തും കാണാൻ സാധിക്കും എന്നാണ്. അടുത്തതായി കൊടുത്തത് വഫിൽ ബുഖാരി അൻ ഖതാദ. ഇമാം ബുഖാരി ഖതാദയിൽ നിന്ന് ഉദ്ധരിക്കുന്നു. ഇമാം ബുഖാരി സനദില്ലാതെ ഉദ്ധരിച്ചിട്ടുള്ള മുഅല്ലഖായി ഉദ്ധരിച്ചിട്ടുള്ള ഒരു അസറാണ്. അദ്ദേഹം ഖതാദ റഹിമഹുല്ല അദ്ദേഹം പറയുകയാണ്, ഖുൽതു ലി ഇബ്നുൽ മുസയ്യബ്, ഞാൻ ഇബ്നു മുസയ്യബ് റഹിമഹുല്ലയോട് ചോദിച്ചു. അദ്ദേഹം താബിഈങ്ങളിൽപ്പെട്ട ആളാണ്. റജുലുൻ ബിഹി തിബ്ബുൻ ഔ യുഅഖദു അൻ ഇംറഅതി അയുഹില്ലു അൻഹു ഔ യുൻശർ. ഒരു വ്യക്തിക്ക് സിഹർ ബാധിച്ചിട്ടുണ്ട്. റജുലുൻ ബിഹി തിബ്ബുൻ ഐ ബിഹി സിഹർ, ഒരാൾക്ക് സിഹർ ബാധിച്ചിട്ടുണ്ട്. ഔ യുഅഖദു അൻ ഇംറഅതി, തന്റെ ഭാര്യയുമായി ബന്ധപ്പെടാൻ സാധിക്കുന്നില്ല, ലൈംഗിക ബന്ധത്തിന് സാധിക്കുന്നില്ല, ഭാര്യയുടെ അടുക്കലേക്ക് എത്തുമ്പോൾ അയാൾക്ക് അടുക്കാൻ സാധിക്കുന്നില്ല. അങ്ങനെയുള്ള സിഹറുണ്ട്. തഫ്രീഖിന്റെ സിഹറുണ്ട്, അത്ഫിന്റെയും അതേപോലെ സർഫിന്റെയും സിഹറുണ്ട്, പിരിക്കാനും ഇണക്കാനും ഒക്കെ സിഹറുണ്ട്. ഇങ്ങനെ ചെയ്യുന്ന ആളുകളുണ്ട്. ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ പിരിക്കാൻ വേണ്ടി ചെയ്യുന്ന ആളുകളുണ്ട്. അത് ചെയ്തു കഴിഞ്ഞാൽ സ്വന്തം ഭാര്യയെ അയാൾക്ക് അടുക്കാൻ സാധിക്കുകയില്ല. അപ്പൊ ഇങ്ങനൊരു പ്രയാസമുണ്ട്. അപ്പോൾ ഞാൻ അതിനുവേണ്ടി അയുഹല്ലു അൻഹു ഔ യുനശ്ശർ, ഞാൻ അത് ഒഴിവാക്കാൻ വേണ്ടി നശ്ർ ചെയ്യട്ടെ എന്നാണ് ചോദിച്ചത്. അദ്ദേഹം പറഞ്ഞു, ലാ ബഅസ ബിഹി, അതുകൊണ്ട് കുഴപ്പമില്ല. ഇന്നമാ യുരീദൂന ബിഹി അൽ ഇസ്ലാഹ് ഫഅമ്മാ മാ യൻഫഅ ഫലം യുൻഹ അൻ, അതുകൊണ്ട് ഉപകാരം മാത്രമാണ്, നന്നാക്കൽ മാത്രമാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഉപകാരം കിട്ടുന്ന കാര്യം അത് വിലക്കപ്പെടേണ്ടതില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിനെക്കുറിച്ച് കൂടുതൽ വിശദീകരണം ഇൻഷാ അല്ലാഹ് അടുത്ത അസറിന് ശേഷം പറയാം. വറുവിയ അനിൽ ഹസൻ, അൽ ഹസൻ റഹിമഹുല്ലയിൽ നിന്നും ഉദ്ധരിക്കപ്പെടുന്നു. അദ്ദേഹം പറയുകയാണ്, അന്നഹു ഖാൽ, അദ്ദേഹം പറഞ്ഞതായി ഉദ്ധരിക്കപ്പെടുന്നു, ലാ യഹുല്ലു സിഹ്റ ഇല്ലാ സാഹിർ, സാഹിറിനല്ലാതെ സിഹർ ഒഴിപ്പിക്കാൻ സാധിക്കുകയില്ല. സിഹർ ഒരാളിൽ നീക്കണമെങ്കിൽ സാഹിറിനല്ലാതെ സാധിക്കുകയില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ സഹോദരങ്ങളെ, പണ്ഡിതന്മാർ ഈ പറഞ്ഞ രണ്ട് രൂപത്തിലുള്ള വാക്കുകൾ നമ്മൾ കേട്ടു. ഇനി ഇത് രണ്ടും വെച്ചിട്ടാണ് നമ്മൾ കാര്യം മനസ്സിലാക്കേണ്ടത്. ഇവിടെ നമ്മൾ ഇബ്നു മുസയ്യബ് റഹിമഹുല്ല അദ്ദേഹം അനുവദനീയമാണ് എന്നൊരു കാര്യത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു. എന്നാൽ ഇവിടെ അൽ ഹസൻ റഹിമഹുല്ല അങ്ങനെ ഒഴിപ്പിക്കുന്ന ആളുകൾ സാഹിറന്മാരാണ് എന്ന് പറഞ്ഞിരിക്കുന്നു.
എന്താണ് ഇത് തമ്മിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് സഹോദരങ്ങളെ? ഇവിടെ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, ഇവിടെ ഇബ്നു മുസയ്യബ് റഹിമഹുല്ലാ അദ്ദേഹം ഉദ്ദേശിച്ചത് ചികിത്സയാണ്, അഥവാ ഖുർആൻ കൊണ്ടൊക്കെയുള്ള ചികിത്സയാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. സിഹർ ബാധിച്ച ഭാര്യയുമായി ബന്ധപ്പെടാൻ സാധിക്കാത്ത ഈ വ്യക്തിക്ക് ഖുർആൻ ഓതിക്കൊടുത്ത് അതിൽ നിന്നും രക്ഷപ്പെടുത്താം എന്ന ചികിത്സയാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. കാരണം അത് വ്യക്തമാകുന്ന ധാരാളം കാര്യങ്ങൾ കാണാൻ സാധിക്കും. അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, ഇനി നിന്റെ സഹോദരനെ നിനക്ക് സഹായിക്കാൻ സാധിക്കുമെങ്കിൽ, അയാൾക്കൊരു ഉപകാരം ചെയ്യാൻ സാധിക്കുമെങ്കിൽ അങ്ങനെ ചെയ്തോളൂ. സിഹർ എന്ന് പറയുന്ന ഒരിക്കലും അദ്ദേഹം അത് പറയുകയില്ല. കാരണം സിഹറിനെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് ഉപകാരം എന്നല്ല, വയതഅല്ലമൂന മാ യദുർറുഹും വലാ യൻഫഉഹും, അവർക്ക് ദുർറുണ്ടാക്കുന്ന, ഉപദ്രവം ഉണ്ടാക്കുന്ന, ഉപകാരമില്ലാത്ത കാര്യങ്ങൾ അവർ പഠിക്കുന്നു എന്നാണ് സിഹറിനെ കുറിച്ച് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഒരിക്കലും തന്നെ താബിഈയായ ഇബ്നുൽ മുസയ്യിബ് റഹിമഹുല്ലാ സിഹർ കൊണ്ട് ഇറക്കാനാണ് അദ്ദേഹം ഉദ്ദേശിച്ചതെങ്കിൽ ഈ നഫ് എന്നുള്ള പ്രയോഗം ഉപയോഗിക്കുകയില്ല. അതുകൊണ്ട് അദ്ദേഹം ഉദ്ദേശിച്ചത് എന്തുമാത്രമാണ്? അതുകൊണ്ട് ചികിത്സിക്കാമെന്ന് ഉദ്ദേശിച്ചത്, ഉപകാരമാണെങ്കിൽ ചെയ്യാമെന്ന് ഉദ്ദേശിച്ചത് ഇങ്ങനെ സിഹർ ബാധിച്ച ആൾക്ക് ഖുർആനോ അതേപോലെയുള്ള ദിക്റുകൾ ഓതിക്കൊടുത്ത് അയാളെ ചികിത്സിക്കാമെന്നാണ്. അതല്ലാതെ ഒരിക്കലും സിഹർ കൊണ്ടിറക്കാം എന്നുള്ളത് ഒരിക്കലും അദ്ദേഹം പറഞ്ഞിട്ടേയില്ല. കാരണം അദ്ദേഹം അത് പറയുന്നത് തന്നെ ഖത്താദ റഹിമുള്ളയോടാണ്. ഖത്താദ റഹിമുള്ള സാഹിറാണോ? ഒരിക്കലുമല്ല. ഖത്താദ റഹിമുള്ള ഇത് ചോദിക്കുമ്പോഴാണ് ഇബ്നു മുസയ്യിബ് റഹിമുള്ള പറയുന്നത്, ഇനിസ്തതാത അൻ തൻഫ അഖാഖ്, നിനക്ക് നിന്റെ സഹോദരന് ഉപകാരം ചെയ്യാൻ പറ്റുമെങ്കിൽ ഫഫ്അൽ. ഖത്താദ റഹിമുള്ള ഒരിക്കലും സാഹിറല്ല. ഇവിടെ ആളുകൾ ഇത്തരത്തിൽ ഇബ്നു മുസയ്യിബിന്റെ അസറുകളൊക്കെ എടുത്തിട്ട് ഇങ്ങനെ സിഹർ കൊണ്ട് ഇറക്കാമെന്നൊക്കെ വാദിക്കുന്നത് കാണാൻ സാധിക്കും. ഇവിടെ സിഹർ കൊണ്ട് ഇറക്കാമെന്നല്ല അദ്ദേഹം പറഞ്ഞത്, ഉപകാരം ചെയ്യാന്നാണ് പറഞ്ഞത്. അതും ഖത്താദ റഹിമുള്ളയോട്. അതൊരിക്കലും ഒരു സിഹർ ചെയ്യുന്ന ആളോടല്ല പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് അത് പ്രത്യേകം മനസ്സിലാക്കുക. قال ابن القيم رحمه الله النشرة حل السحر عن المسحور وهي نوعان. ابن القيم رحمه الله അദ്ദേഹം പറയുകയാണ്, നുഷ്റ എന്ന് പറഞ്ഞാൽ അഥവാ സിഹറിനെ ഒഴിപ്പിക്കുക, അതാണ് നുഷ്റ എന്ന് പറയുന്നത്. അത് ഹല്ലു സിഹരി അനിൽ മസ്ഹൂർ, സിഹർ ബാധിച്ചവനിൽ നിന്നും സിഹറിനെ ഒഴിപ്പിക്കുക എന്ന് പറയുന്നത് വഹിയ നൗആൻ. അത് രണ്ട് രൂപത്തിലുണ്ട്. അത് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒരുമിപ്പിച്ചുകൊണ്ട് അദ്ദേഹം പറയുകയാണ്. അതിനാണ് അദ്ദേഹം ആദ്യം രണ്ട് രൂപത്തിൽ അസറും കൊടുത്തത്. ഒരു വിഭാഗം ആളുകൾ അത് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നതും എന്നാൽ ചെയ്തോളൂ എന്ന് പറയുന്നതും ഒക്കെ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് എന്ന് അദ്ദേഹം പറയുകയാണ്. ഒന്ന്, അഹദുഹുമാ ഹല്ലു ബിസിഹ്റിൻ മിസ്ലിഹി, സിഹറേറ്റാൽ അതേപോലെ തിരിച്ചൊരു സിഹർ ചെയ്തിട്ട് അതിന് രക്ഷപ്പെടുക. ഒരാൾക്ക് സിഹർ ബാധിച്ചാൽ വേറൊരു സിഹർ ചെയ്തിട്ട് ആ സിഹറിൽ നിന്ന് രക്ഷപ്പെടുക. അതെങ്ങനെയാണ് ചെയ്യുന്നത്? വഹുവല്ലദീ മിൻ അമലി ശൈത്താൻ, അതാണ് പൈശാചിക പ്രവർത്തനം എന്ന് പറഞ്ഞത്. വഅലൈഹി യുഹ്മലു ഖൗലുൽ ഹസൻ, അൽ ഹസൻ റഹിമഹുള്ളയിൽ നിന്ന് ഉദ്ധരിച്ചത്, അഥവാ സിഹറിനെ സാഹിറിനെ അല്ലാതെ ഒഴിപ്പിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞത് അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഫയതഖറബു നാശിറു വൽ മുൻതശിറു ഇലാ ശൈത്താനി ബിമാ യുഹിബ്ബ്, ആർക്ക് വേണ്ടിയിട്ടാണോ, ആരുടെ സിഹറാണോ ഒഴിപ്പിക്കേണ്ടത്, ആരാണ് ഒഴിപ്പിക്കുന്നത്? രണ്ടാളും, രോഗബാധിതനായ സിഹർ ഏറ്റവനും ആ സിഹർ നീക്കി കൊടുക്കുന്നവനും, രണ്ടാളും എന്താണ് ചെയ്യുന്നത്? പിശാജിന്റെ അടുക്കലേക്ക് പിശാജിന് ഇഷ്ടമുള്ള ചില കാര്യങ്ങളിലൂടെ സാമീപ്യം സിദ്ധിക്കും. ഫയുബ്തിലു അമലഹു അനിൽ മസ്ഹൂർ, അങ്ങനെ പിശാജ് ആ മസ്ഹൂറിന്, സിഹർ ഏൽറ്റ ആളിൽ നിന്നും എന്ത് ചെയ്യും? അത് അവന്റെ അമലിനെ പിശാജ് തന്നെ ബാത്തിലാക്കി കളയും. ഇതാണ് ഒന്നാമത്തെ രീതി. സഹോദരങ്ങളെ, ഇതാണ് ധാരാളമായി ആളുകൾ പലപ്പോഴും ചെയ്യുന്നത്. സിഹർ ബാധിച്ച ചില സമയത്തൊക്കെ ഖേദകരമാണ്, തൗഹീദുള്ള കുടുംബത്തിൽ പോലും ഇത് സംഭവിക്കുന്നുണ്ട്. കാരണം അവർ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടില്ല. അവർ വിചാരിക്കും ഞാൻ അള്ളാഹു അല്ലാത്തോട് പ്രാർത്ഥിക്കുന്നില്ല, സഹായം തേടുന്നില്ല. അപ്പൊ ഇങ്ങനെയുള്ള ചില ആളുകൾക്ക് അടുക്കലേക്ക് പോകും. മകന് പ്രയാസാണ്, മോന്റെ ഭാര്യയ്ക്ക് പ്രയാസാണ്, ഇതുവരെ നല്ല രീതിയിൽ ഉണ്ടാകാൻ പെട്ടെന്ന് മാനസികമാണ്, പോയി പല സ്ഥലത്തും അഡ്മിറ്റാക്കി നോക്കി, ഡോക്ടർമാർ പറഞ്ഞു ഇത് നടക്കുന്നില്ല, പല ഗുളികകൾ കൊടുത്തു. അപ്പോഴാണ് ഒരാൾ പറയുന്നത് ഇന്ന മുസ്ലിയാരുണ്ട്, ഇന്ന സ്ഥലത്തേക്ക് പോയാൽ മതി. അപ്പൊ പോയപ്പോൾ അവർ ഇന്ന കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. ചില കാര്യങ്ങളൊക്കെ ചെയ്തു തരാൻ പറയുന്നു, നിങ്ങൾ പ്രത്യേകം ഇങ്ങനെ ചെയ്യണം. ചില അറവുകൾ നടത്താൻ പറയും ചില സമയത്ത് ചില ആളുകൾ. ഇതൊക്കെ യഥാർത്ഥത്തിൽ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് ഇവിടെ പറഞ്ഞതുപോലെ പിശാചിനെ സാമീപ്യം കിട്ടാൻ വേണ്ടി ആരാണ് ഒഴിപ്പിച്ചു കൊടുക്കുന്നത് അയാളും ചില പ്രവർത്തനങ്ങൾ ചെയ്യും. അയാൾ തനി ഹറാമുകൾ ചെയ്യുന്ന ആളുകളായിരിക്കും. ഇത്തരത്തിൽ ചെയ്യുന്ന ആളുകൾ നിസ്കാരം വളരെ കുറവായിരിക്കും, അല്ലെങ്കിൽ തീരെ നിസ്കരിക്കുകയില്ല, അല്ലെങ്കിൽ ആ രൂപത്തിലുള്ള പല രൂപത്തിൽ ഹറാമുകൾ. എത്രത്തോളം എന്ന് വെച്ചാൽ ഖുർആന് പോലും അതിനെ മുകളിൽ കയറി നിൽക്കുക, അല്ലെങ്കിൽ അതിനെ ഏറ്റവും മോശമായ സ്ഥലങ്ങളിലേക്ക് വലിച്ചെറിയുക. അങ്ങനെ പിശാചിന് കുഫ്റായി, പിശാചിന് പൂർണ്ണമായി
കീഴൊതുങ്ങിക്കൊണ്ട് പിശാജ് എന്താണോ പറയുന്നത് അതുപോലെ ചെയ്യുന്ന സമയത്ത് പിശാജ് കൊടുക്കുന്ന ചില സഹായം. അതുപോലുള്ള ചിലത് ഈ വന്ന രോഗിയോടും പറയും, നിങ്ങൾ ഇന്ന കോഴിയെ കൊണ്ട് അറക്കണം, എവിടുന്നും കിട്ടാത്ത രൂപത്തിൽ കറുത്ത കോഴിയെ വാങ്ങി അത് നിങ്ങൾ അമാവാസി രാവിലെ കൊണ്ടുപോയി ഇന്ന സ്ഥലത്ത് നിന്ന് അറക്കണം. എന്തിനാണ് ഇങ്ങനെ നാദിറായ വളരെയധികം അപൂർവമായ ചില കാര്യങ്ങൾ പറയുന്നത്? പിശാജ് അവനുള്ള ഉബൂദിയത്ത്, അവനുള്ള ആരാധന അത് ഉറപ്പുവരുത്താണ്. അതുകൊണ്ട് ഇവൻ കറുത്ത കോഴിയെ തന്നെ പോയി നോക്കി വാങ്ങും. അത് അമാവാസി രാത്രി അതൊന്നേ കിട്ടുള്ളൂ, കറുത്ത കോഴി എല്ലായിടത്തും കിട്ടൂല. ഇതിനെ വാങ്ങി ഒരു പ്രത്യേക സ്ഥലത്ത് വന്ന് പ്രത്യേക ജാറത്തിന്റെ അടുക്കൽ വന്ന് അവിടെ നിങ്ങളൊന്ന് അർത്താൽ മതി. അല്ലെങ്കിൽ വേറെ സമാനമായ ചില എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറയും. എന്തെങ്കിലുമൊക്കെ മുട്ടയിൽ ചില കുഫറുകളും മറ്റോ എന്തെങ്കിലുമൊക്കെ എഴുതി സിഹ്ർ ചെയ്ത് അത് ഇന്ന ആളെടുത്ത് കൊണ്ടുപോയി കുഴിച്ചിട്ടാൽ മതി. ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ പറയും. ഈ സമയത്താണ് പിശാച് എന്ത് ചെയ്യാം, ഇനി ഇവൻ എന്റെ ആളായി കഴിഞ്ഞു, ഇനി ഇവനെ കേവലം സിഹറിന്റെ പ്രവർത്തനങ്ങൾ കൊണ്ട് മാത്രം ഉപദ്രവിച്ചത് കൊണ്ട് കാര്യമില്ല, ഇവന് പൂർണ്ണമായി അഖീദ തന്നെ, എനിക്ക് വിശ്വാസം തന്നെ ഇങ്ങോട്ട് കിട്ടുകയാണ്, ഇതിലേക്ക് വിശ്വാസം വരും, ഇവനൊരു തനിച്ച കാഫിറായി എന്റെ അടിമയായി മാറാൻ പോവുകയാണ് എന്ന് കാണുമ്പോൾ പിശാച് സ്വാഭാവികമായും ആ രോഗങ്ങളിൽ നിന്നും ഒരളവ് കൊടുക്കും, പിശാച് അതിൽ നിന്ന് മാറി നിൽക്കും. ഇതൊരു പരീക്ഷണമാണ്. രണ്ടാമത്തെ രീതി സഹോദരങ്ങളെ, അന്നുസ്റത്തു ബിർറുഖിയ വത്തഅവുദാതി വദ്ദഅവാതി വൽ അദ്വിയത്തിൽ മുബാഹതി ഫഹാദ ജായിസ്. സിഹറിനെ ഒഴിപ്പിക്കുക എന്നുള്ളത് റുഖിയ കൊണ്ട്, ഖുർആൻ ഓതിക്കൊണ്ട്, വത്തഅവുദാത് ശരണം തേടാനുള്ള ദിക്റുകളുണ്ട്, ദുആകളുണ്ട്, പ്രാർത്ഥനകളുണ്ട്, അനുവദനീയമായ കാര്യങ്ങളുണ്ട്. ഇത് മുഖേന ചെയ്യുക എന്നുള്ളതാണ്. ഇത് സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. സിഹറിനെ സിഹർ കൊണ്ട് നമുക്ക് നീക്കാമെന്ന് വിശ്വസിക്കുന്ന ആളുകൾ അവർ അറിയേണ്ടതുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിനെ വ്യത്യസ്ത രൂപങ്ങളിലൂടെ വ്യത്യസ്ത രീതിയിലൂടെ നമുക്കത് ഹറാമാണ് എന്ന് ഖുർആനിലൂടെ ഹദീസിലൂടെ നമ്മൾ പഠിപ്പിച്ചിട്ടുള്ള കാര്യമാണ്. ഒന്നാമതായി തൊട്ടു മുമ്പത്തെ അധ്യായത്തിൽ നമ്മൾ മനസ്സിലാക്കി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നിങ്ങൾ ആരെങ്കിലും അറാഫിന് അല്ലെങ്കിൽ കാഹിനിന്റെ അടുക്കലൊക്കെ പോകുക എന്നുള്ളത് ഹറാമാണ്, പോകാൻ പാടില്ല എന്ന കാര്യം മനസ്സിലാക്കി. അപ്പൊ ഇത്തരക്കാരായ ആളുകൾക്ക് എങ്ങനെയാണ് അവിടെ പോകാൻ സാധിക്കുക? ഇത്തരത്തിലുള്ള ഇസ്മിന്റെ പണിയെടുക്കുന്ന ആളുടെ അടുക്കലാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും പണിക്കരുടെ അടുക്കലാണ് ഇവർക്ക് പോകേണ്ടി വരുന്നത്. അത് പോകുന്നുണ്ട്. അപ്പൊ ഇത് ഹറാമാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നേരത്തെ ചോദിച്ച ഹദീസിൽ നമ്മൾ കേട്ടു, എന്താണ് നുഷ്റ എന്ന് പറഞ്ഞപ്പോൾ, മിൻ അമലി ശൈത്താൻ, പിശാചിന്റെ പ്രവർത്തനത്തിൽപ്പെട്ടതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെക്കുറിച്ച് വളരെ കൃത്യമായി പറഞ്ഞു. ഇനി അതുപോലെ സിഹറിനെ കുറിച്ച് നമ്മൾ നേരത്തെയുള്ള അധ്യായത്തിൽ മനസ്സിലാക്കി, സിഹർ ചെയ്യലും ചെയ്യിപ്പിക്കലും ഒക്കെ അത് കുഫറാണ്, പൈശാചിക പ്രവർത്തനമാണ് എന്ന് മനസ്സിലാക്കി. അപ്പൊ എങ്ങനെയാണ് സിഹർ കൊണ്ടെടുക്കുക? അത് കുഫറാണ് എന്നുള്ളത് നമ്മൾ പഠിച്ചു മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണ്. അതുപോലെ നമ്മൾ മനസ്സിലാക്കി, സിഹർ എന്ന് പറയുന്നത് അത് ഉപദ്രവമേ ചെയ്യുകയുള്ളൂ, ഉപകാരം ചെയ്യുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ അറിയിച്ച കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതേപോലെ പറഞ്ഞു, ലൈസ മിന്നാ മൻ തകഹന ഔ തുകുഹിന ഔ സഹറ ഔ സുഹിറ ലഹ്, ഞങ്ങളിൽപ്പെട്ടവനല്ല ജ്യോത്സ്യന്റെ അടുക്കൽ പോകുക, അത് അയാൾക്ക് ജ്യോത്സ്യപ്പണി ചെയ്തു കൊടുക്കുക, സിഹർ ചെയ്തു കൊടുക്കുക, അല്ലെങ്കിൽ ആർക്കു വേണ്ടിയാണ് സിഹർ ചെയ്തു കൊടുക്കുന്നത്, അവൻ നമ്മളിൽ പെട്ടവനല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിട്ടു. അതുകൊണ്ട് സിഹർ ചെയ്യാൻ പറയുന്നവനും അത് ഒഴിപ്പിക്കാൻ പറയുന്നവനൊക്കെ നമ്മിൽപ്പെട്ടവനല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ഹദീസിൽ പറഞ്ഞവനിൽ ഉൾപ്പെടും. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റുഖ്യയുടെ കാര്യത്തിൽ പറഞ്ഞതാണ്, ലാ ബഅസ ബിർറുഖ മാ ലം തകുൻ ശിർക, നിങ്ങൾക്ക് റുഖ്യ ചെയ്യാം ശിർക്കല്ലാത്തടത്തോളം എന്ന് പറഞ്ഞു. ഈ സിഹർ എന്ന് പറയുന്നത് തനിച്ച ശിർക്കാണെന്നുള്ള കാര്യത്തിൽ ആർക്കാണ് സംശയമുള്ളത്? തനിച്ച ശിർക്കാണ് സിഹർ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ സിഹറിനെ സിഹർ കൊണ്ടെടുക്കാമെന്ന് പറയുന്ന ആളുകൾക്ക് യാതൊരു നിലക്കുള്ള തെളിവുമില്ല. അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്, തദാവു ഇബാദല്ലാഹ്, അല്ലാഹുവിന്റെ അടിമകളെ നിങ്ങൾ ചികിത്സിക്കുക, വലാ തദാവു ബി മുഹറം, ഹറാമായതുകൊണ്ട് നിങ്ങൾ ചികിത്സിക്കാൻ പാടില്ല. സിഹർ മുഹറമാണ്, ഹറാമാണ് എന്നറിയാത്ത ആരാണുള്ളത്? അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, സിഹറിനെ ഒരു നിലക്കും ഒരവസ്ഥയിലും സിഹർ കൊണ്ടെടുക്കുക എന്നുള്ളത് പാടില്ലാത്ത കാര്യമാണ്. ചില ആളുകൾ അത് പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുള്ള വിഷയമാണ്, അതുകൊണ്ട് കുഴപ്പമില്ല, സിഹറിനെ സിഹർ കൊണ്ടെടുക്കാം എന്ന് പറയുന്നുണ്ട്. എന്നാൽ ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം, സലഫുകൾക്കിടയിൽ അങ്ങനെ ഒരു അഭിപ്രായ വ്യത്യാസമേ ഇല്ല, മുൻഗാമികൾക്കിടയിൽ അങ്ങനെ ഒരു അഭിപ്രായ വ്യത്യാസമേ ഇല്ല. മുഴുവൻ നമ്മൾ നേരത്തെ പറഞ്ഞ ഇബ്നുൽ മുസയ്യബ് റഹിമഹുല്ലാ അദ്ദേഹമൊക്കെ ഉദ്ദേശിച്ചത് എന്താണ് നമ്മൾ അവിടെ പറഞ്ഞു കഴിഞ്ഞു. അതോടുകൂടി സലഫുകൾക്കിടയിൽ ഹറാമാണ്, ഒഴിവാക്കണമെന്ന് പറയുന്ന ഖൗലല്ലാതെ അതിനെതിരായിട്ട് ഖിലാഫുള്ള ഒരു ഖൗലുമില്ല. പിന്നീട് ഇങ്ങനെയുള്ള സിഹറിനെ സിഹർ കൊണ്ടെടുക്കാം എന്ന് പറയുന്ന ചില ഖൗലുകളൊക്കെ പിൽക്കാലത്തുള്ള ചില ആളുകൾ പറഞ്ഞതാണ്. അതിലേക്ക് നമുക്ക് നോക്കേണ്ട യാതൊരു ആവശ്യവുമല്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഖുർആൻ സുന്നത്തും ഇത് സഹാബത്ത് എങ്ങനെ മനസ്സിലാക്കി എന്നുള്ളതാണ്. അവർക്കിടയിൽ ആർക്കും ഇത് ഹറാമാണ്, പാടില്ല എന്നുള്ളതിൽ അഭിപ്രായ വ്യത്യാസം ഇല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. ചിലർ പറയുന്നത് ദറൂറത്തായ സമയത്ത്
നമുക്ക് ചെയ്യാമെന്നാണ്. വേറൊരു രക്ഷയില്ല, എന്ത് ചെയ്തിട്ടും പോകുന്നില്ല. അപ്പൊ ഇന്ന ആളെടുത്ത് പോയി അങ്ങനെ ദറൂറത്തിന്റെ ഘട്ടത്തിൽ നമുക്ക് ചെയ്യാമെന്നാണ് പറയുന്നത്. എന്നാൽ ദറൂറത്തിന്റെ ഘട്ടത്തിൽ ഹറാമ് അനുവദനീയമാകണമെങ്കിൽ അതിന് ചില നിബന്ധനകളുണ്ട്. പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ള കാര്യമാണ് അല്ലാ യക്കൂനൽ മുഹറം അഅ്ളമു ദററൻ മിനൽ ദറൂറ. ആ ചെയ്യാൻ പോകുന്ന കാര്യം ഇപ്പൊ നിലവിലുള്ള ഹറാമിനേക്കാളും ഉപദ്രവകരമായ കാര്യമാകാൻ പാടില്ല. ഒരു ഉദാഹരണം പറയാം. ഒരാൾ നമ്മെ നിർബന്ധിച്ചിട്ട് പറയാണ് ഇന്ന വ്യക്തിയെ കൊന്നിട്ടില്ലെങ്കിൽ ഞാൻ നിന്നെ കൊല്ലും. ഇപ്പൊ നമ്മൾ മുൽത്തറാണ്, ഞാൻ നിർബന്ധിത അവസ്ഥയിലാണുള്ളത്, കാരണം എന്നെ കൊല്ലാൻ പോവുകയാണ്. പക്ഷെ എന്തിലേക്കാണ് നിർബന്ധിതം? വേറൊരാളെ കൊല്ലാനാണ്. ആ ഘട്ടത്തിൽ ഒരിക്കലും നമ്മെ സംബന്ധിച്ചിടത്തോളം എന്നെ ഒരാൾ തോക്ക് ചൂണ്ടിയിട്ട് പറയാണ് നീ മറ്റേ ആളെ കൊല്ലണം, ഈ തോക്ക് വന്നിട്ട് ഷൂട്ട് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക നിയമപ്രകാരം നമുക്ക് അയാളെ കൊല്ലാൻ അനുവാദമില്ല. നമ്മൾ മരിച്ചാലും നമുക്ക് അയാളെ കൊല്ലാൻ അനുവാദമില്ല. കാരണം ഇവിടെയുള്ള ഈ മുൽത്തറായ അവസ്ഥ, നിർബന്ധിത അവസ്ഥ എന്ന് പറയുന്നത് അതിനേക്കാളും മോശമായ മുഹറമായ ഹറാമായ കാര്യം ചെയ്യാനാണ് നമ്മൾ പ്രേരിപ്പിക്കുന്നത്. അത് ചെയ്യാൻ പാടില്ല. ഇങ്ങനെയുള്ള കാര്യം അത് ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ ഇതിനേക്കാൾ സിഹർ ബാധിച്ച് പ്രയാസപ്പെടുന്നതിനേക്കാളും എളുപ്പമുള്ള കാര്യമല്ല ഈ സാഹിറിന്റെ അടുക്കൽ പോയി ഇത് രോഗം മാറ്റുക എന്നുള്ളത്. പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം, നിനക്ക് സിഹർ ബാധിച്ച് രോഗം ബാധിച്ച് നീ അങ്ങേയറ്റം പ്രയാസത്തോടുകൂടി നീ മരിക്കുക എന്നുള്ളതാണ് നിനക്ക് ഇത്തരത്തിലുള്ള ആളുകളുടെ അടുക്കലേക്ക് പോയി അത് മാറിയിട്ട് കുഫർ ചെയ്തുകൊണ്ട് ഷിർക്ക് ചെയ്തുകൊണ്ട് അതിൽ നിന്ന് നിനക്ക് ഉപകാരം ലഭിക്കുക എന്ന് പറയുന്നത് അതൊരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, ഇങ്ങനെയുള്ള ഹറാമായ കാര്യങ്ങൾ ഉപയോഗിച്ച് ഒരിക്കലും തന്നെ രോഗചികിത്സ അത് തേടാൻ പാടില്ലാത്തതാണ്. അതേപോലെ തന്നെ നമുക്ക് ഇതല്ലാത്ത വേറെ മാർഗമില്ല എന്ന് പറയുന്നത് ശരിയല്ല. മറിച്ച് ഖുർആനിലും സുന്നത്തിലും നമുക്ക് ഇത്തരത്തിലുള്ള രോഗങ്ങൾ മാറാനുള്ള ചികിത്സകളുണ്ട്. പക്ഷെ സബർ വേണം, ക്ഷമ വേണമെന്ന് മാത്രം. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് രണ്ടാമതായി പറഞ്ഞ കാര്യം അതാണ്, അനുവദനീയമായ കാര്യങ്ങൾ. അതിൽപ്പെട്ടതാണ് തഅവ്വുദാത്ത്, ധാരാളം പ്രാർത്ഥനകൾ, സഹിഹായ ഹദീസുകളിലുള്ള അതുപോലെ ഖുർആനിലുള്ള പ്രാർത്ഥനകൾ ആവർത്തിക്കുക, ഖുർആൻ ഓതിക്കൊണ്ടേയിരിക്കുക. ഇതൊരു പരീക്ഷണമാണെന്ന് മനസ്സിലാക്കണം. നമ്മൾ ഇന്ന് ഓതിയ നാളെ തന്നെ രോഗം മാറും എന്നില്ല. ചിലപ്പോൾ ധാരാളം ദിവസം ഓതേണ്ടി വരും, വളരെ ഇഖ്ലാസോടുകൂടി ഓതേണ്ടി വരും. അള്ളാഹുവിന്റെ പരീക്ഷണമാണ്. ആളുകൾക്ക് പല രോഗവും വരുന്നില്ലേ? സിഹറും അല്ലെങ്കിൽ കണ്ണൂറും മാത്രമാണോ ആളുകൾക്ക് രോഗമായിട്ടുള്ളത്? പല രോഗവും വരുന്നുണ്ട്. മരുന്നുകൾ കുടിച്ചിട്ട് എല്ലാ രോഗവും പെട്ടെന്ന് പോകുന്നുണ്ടോ? ഇല്ലല്ലോ. ചിലപ്പോൾ ഒരുപാട് വർഷങ്ങൾ കുടിക്കേണ്ടി വരും. അയ്യൂബ് അലൈഹി സ്വലാത്തു വസ്സലാമെ അള്ളാഹു തആല വർഷങ്ങളോളം പരീക്ഷിച്ചില്ലേ? അപ്പൊ അതേപോലുള്ള രോഗങ്ങൾ വന്നാൽ അത് മാറാൻ വേണ്ടി എങ്ങനെയെങ്കിലും ഒക്കെ ആരുടെയെങ്കിലും അടുക്കൽ ചെന്ന് അത് മാറ്റുക എന്നുള്ളതല്ല, അത് നമ്മൾ തനിച്ച കുഫറിലേക്കാണ് എത്തിക്കുന്നത്. അതുകൊണ്ട് ആ പ്രയാസം സഹിച്ചിട്ട് അള്ളാഹു മാറ്റിത്തരും എന്ന പ്രതീക്ഷയോടുകൂടി ആവർത്തിച്ച് ഖുർആൻ ഓതിയിട്ടും ഹദീസിലൂടെ വന്ന പ്രാർത്ഥനകൾ ഓതിയിട്ടും അങ്ങനെ ചെയ്യുക. അതേപോലെ ശരീഅത്തിൽ തിബ്ബുൻ നബവിയായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ചികിത്സകളായിട്ട് പലതും വന്നിട്ടുണ്ട്. സംസം വെള്ളം ശിഫയാണ്, സംസം വെള്ളം കുടിക്കുക, പ്രാർത്ഥിക്കുക. അതേപോലെ ഈത്തപ്പഴം കഴിക്കുക, അജ്വ ഈത്തപ്പഴം കഴിക്കുക, അത് 7 ഈത്തപ്പഴം കഴിക്കുക എന്നുള്ളത് സുന്നത്തായ കാര്യമാണ്. സിഹറിൽ നിന്നും രക്ഷപ്പെടാനുള്ള മാർഗത്തിൽപ്പെട്ടതാണ്. അത് കിട്ടുമെങ്കിൽ മദീനയിലെ ആലിയ എന്ന് പറയുന്ന സ്ഥലത്ത് ആ ഈത്തപ്പഴം കിട്ടുമെങ്കിൽ പണ്ഡിതന്മാർ പറയുന്നു അത് കിട്ടുമെങ്കിൽ ആദ്യം അത് ചെയ്യുക. അല്ലെങ്കിൽ മദീന ഹറമിൽപ്പെട്ട അതിൽ നിന്നും പറിച്ചിട്ടുള്ള ഈത്തപ്പഴം കിട്ടുമെങ്കിൽ അത് ഉപയോഗിക്കുക. അതല്ല എങ്കിൽ എവിടെയുള്ള ഈത്തപ്പഴമായാലും ഉപയോഗിക്കുക. ഇത് അതിന്റെ ദറജയിൽ കുറഞ്ഞു വരികയാണ്. ഈത്തപ്പഴം അത് എവിടെയുള്ള ഏത് നാട്ടിലുള്ളതായാലും അത് ഉപയോഗിക്കുക. ഇത് ഇത്തരത്തിലുള്ള സിഹിറിനും മറ്റുമുള്ള രോഗങ്ങൾക്കുള്ള ശിഫയാണ്. അതേപോലെ അൽ ഹബ്ബത്തു സൗദ, കരിഞ്ജീരകം ഉപയോഗിക്കുക. അത് പല രൂപത്തിൽ പരീക്ഷിക്കപ്പെട്ടിട്ടുണ്ടാകും. അത് ഇന്നാലെന്ന രൂപത്തിൽ ഉപയോഗിക്കാവൂ എന്ന് ഹദീസിൽ വന്നിട്ടില്ല. ചില സമയത്ത് അതിന്റെ കുരു അത് കടിച്ച് അത് ഇറക്കുന്നതായിരിക്കാം. ചില സമയത്ത് മൂക്കിൽ അത് വലിച്ച് അതിന്റെ ഒരു നീരാവി മൂക്കിലേക്ക് വലിക്കുന്നതായിരിക്കാം. ഇങ്ങനെ പണ്ഡിതന്മാർ പല രൂപത്തിൽ വന്നിട്ടുണ്ട്. ഇങ്ങനെ എങ്ങനെ പരീക്ഷിച്ചിട്ടാണോ അതിന് ഉപകാരം കിട്ടിയിട്ടുള്ളത് ആ രൂപത്തിൽ അത് ചെയ്യാം. അതേപോലെ അനുവദനീയമായ ദുആകളും ദിക്റുകളും അത് ചൊല്ലിക്കൊണ്ടേയിരിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം സഹോദരങ്ങളെ നമ്മൾ ചെയ്തിട്ടാണ് ഇത്തരത്തിൽ രോഗങ്ങൾ വന്നാൽ ചികിത്സിക്കേണ്ടത്. എന്നാൽ ഇതറിയാത്ത എത്രയോ ആളുകൾ. നമുക്ക് ഏറ്റവും ഖേദം എന്ന് പറയുന്നത് തൗഹീദ് അറിയുന്ന തൗഹീദ് കുടുംബത്തിലുള്ള ആളുകൾ പോലും ഇത്തരം ഘട്ടങ്ങളിൽ വരുന്ന സമയത്ത് ഇനി നമ്മൾ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ഇന്നാളടുത്ത് പോയി എന്തെങ്കിലുമൊക്കെ ചെയ്യാം, നമ്മൾ വേറെ വിശ്വാസമൊന്നുമില്ല, മനസ്സിൽ വേറൊന്നും നമ്മൾ വെക്കുന്നില്ല, നമ്മൾ ഇതൊന്നും മാറിക്കിട്ടുക, അത് മാത്രമേ ഉള്ളൂ, അത് മാറിക്കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് പഴയയിലേക്ക് തന്നെ തിരിച്ചു വരാം എന്നൊക്കെ വിചാരിച്ചു ആരും അറിയാതെ പോകുന്ന ആളുകളുണ്ട്. അത് ഒരിക്കലും ശരിയല്ല സഹോദരങ്ങളെ. നമുക്ക് ഭൗതികമായ ചില ലാഭങ്ങൾക്ക് വേണ്ടി നമ്മൾ കുഫർ പ്രവർത്തിക്കുക അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഹറാമ് പ്രവർത്തിക്കുക എന്നുള്ളത് ഒരു ഘട്ടത്തിലും അല്ലാഹു തആല നമുക്ക് അനുവദിച്ച കാര്യമേ അല്ല എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് സിഹറോ
അല്ലെങ്കിൽ ആ രൂപത്തിലുള്ള രോഗങ്ങളോ അത് അള്ളാഹു അനുവദിച്ച രൂപത്തിൽ മാത്രം ഷിഫ നേടാൻ നമ്മൾ ശ്രമിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഹീദ് നന്നായി മനസ്സിലാക്കി ജീവിതത്തിന്റെ എല്ലാ ഘട്ടത്തിലും തൗഹീദ് മുറുകെ പിടിച്ചുകൊണ്ട് അതിലായിക്കൊണ്ട് തന്നെ മരണപ്പെടാൻ നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. വഹാദാ വല്ലാഹു തആല അഅലം വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.